ഒരു ദിവസം എൻ്റെ ഒരു ബന്ധു എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ ഇങ്ങനെ കഴുത്തിൽ നിന്നും ഇല്ലാതെ നടക്കരുത്. അവർ യാക്കോബക്കാരാണ്. ഞാൻ നിനക്കൊരു മാല മേടിച്ചു തരാം, സ്വർണ്ണമാല. അപ്പം ഞാൻ പറഞ്ഞു, മേടിച്ചു തന്നാൽ കുഴപ്പമില്ല, നാളെ എവിടെ പോയി അന്വേഷിക്കരുത്. അപ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഇവിടെ 100,000 ആവശ്യങ്ങൾ എടുക്കുമ്പോൾ ആദ്യം ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെ വിൽക്കാന്നുള്ളതായിരിക്കും. കുറേ പേര് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, കുറേ പേര് സിറിയയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, കുറേ പേര് അവിടെ ഇവിടെ എല്ലാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഈ സാധനം ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാരണം അത്. കാരണം നമുക്ക് സമ്പാദിക്കാൻ പറ്റാത്ത ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയാണ്. അപ്പം ഞാൻ ഇതിട്ടുകൊണ്ട് നടക്കുമ്പോൾ അവൻ നോക്കില്ല, അതിങ്ങ് ഊരി തന്നാൽ പോരെന്ന് അവൻ്റെ മനസ്സിൽ തോന്നില്ലേ? ഇതിങ്ങനെ ആയിരുന്നു ആദ്യം. ഇത് പിന്നെയാണ് ഇതൊരു ചടങ്ങായി മാറിയത്. അപ്പൊ ഈ ചടങ്ങായി മാറുമ്പം അത് എല്ലാവർക്കും ഇടർച്ചയായി മാറും. ഇങ്ങനെ 100,000 നിയമങ്ങൾ വെച്ച് നമ്മൾ ഈ ആൾക്കാരെ തടഞ്ഞേക്കുക. ആ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. വചനം സംസാരിക്കുന്ന ഒരു കൾച്ചർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് വചനം സംസാരിച്ച് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞ് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ദൈവം എന്തെങ്കിലും ആലോചന തന്നിട്ടുണ്ടെങ്കിൽ പങ്കുവെച്ച് ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ്. നമുക്കെല്ലാം കൃപാവരമുണ്ട്. നമ്മൾ സംസാരിച്ച് തുടങ്ങി നോക്കിയാൽ ദൈവം ഭയങ്കരമായിട്ട് നമ്മൾ ഉപയോഗിക്കും. നിങ്ങൾ അങ്ങനെ കോൺവെർസേഷൻ ഒന്ന് മാറ്റി പിടിച്ചു നോക്കി. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്ന പോലെ നിങ്ങൾ വേറൊരാളോട് സംസാരിക്കുമ്പം നിങ്ങൾ സ്ട്രോങ് ആവും. ആണുങ്ങൾ സംസാരിക്കുന്നത് എന്നാന്നറിയാം, എന്നാലും ആ പിണറായി വിജയൻ്റെ കാര്യം എന്തൊരു ചൂടാ ഇവിടെ, എല്ലാം ഗ്ലോബൽ വാർമിംഗ് ആണ്, വലിയ വലിയ കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ ഇഷ്ടം നടക്കാൻ വേണ്ടിയല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ശരിക്കും നമ്മൾ പ്രാർത്ഥിച്ച് എങ്ങോട്ടാ പോകുന്നേ? യേശുക്രിസ്തുവിന്റെ ഹിതത്തിലേക്കാണ് പോകുന്നത്. പതുക്കെ നമ്മൾ കണ്ടെത്തുകയാണ് കർത്താവിൻ്റെ ഹിതം ഇതാണ്, കർത്താവ് ഇതാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ ഈ പ്രാർത്ഥിച്ച് കണ്ടെത്തുക. വാട്ട്സ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ മൈ ലൈഫ്? ആ ദൈവത്തിന്റെ വില്ല് പോലെ മനോഹരമായിട്ടുള്ള ഒന്നുമില്ല. ദാറ്റ് മീൻസ് ഇഫ് വി ആർ ഇൻ ദ വിൽ ഓഫ് ഗോഡ്, ദാറ്റ്സ് എ സേഫസ്റ്റ് പ്ലേസ് ഫോർ അസ്. ഈ ആൾക്കാർ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു മാറ്റം ഇവർക്ക് ഉണ്ടാകുന്നില്ല. കാരണം എന്താണെന്നറിയോ? എല്ലാം വിഷയങ്ങളാണ്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല, കയ്യിലേക്കാണ് നോട്ടം മൊത്തം. ഈ ലോകത്ത് ജീവിക്കുമ്പം ഈ ലോകത്തിൻ്റെ നിയന്ത്രണം സാത്താൻ്റെ കയ്യിലായതുകൊണ്ട്, ഈ ലോകത്തിൻ്റെ കാലഗതി നിയന്ത്രിക്കുന്നത് ആകാശത്തിലെ ദുഷ്ടാത്മസേനയായതുകൊണ്ട് ആ കാലഗതിക്കനുസരിച്ച് നീങ്ങാനാണ് ഏറ്റവും എളുപ്പം. കാരണം ലോകം മുഴുവൻ അങ്ങനെയാണ്. അപ്പോൾ മാമോൻ എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ ദൈവം. ഈ സമ്പത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് ദൈവമായി മാറുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണം നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഒരു കഥയാണിത്. ഒരു ദിവസം ഒരു പട്ടാളക്കാരൻ യുദ്ധക്കളത്തിൽ നിന്നൊരു മെസ്സേജ് അവൻ്റെ ക്യാപ്റ്റൻ അയക്കുകയാണ്. ക്യാപ്റ്റൻ്റെ അയച്ച മെസ്സേജ് ഇതാണ്: ക്യാപ്റ്റൻ സർ, ഞാനൊരു വലിയ അത്ഭുതം ചെയ്തിരിക്കുന്നു. നമ്മുടെ ശത്രു രാജ്യത്തെ ഒരു പട്ടാളക്കാരനെ ഞാൻ യുദ്ധത്തടവുകാരനായി കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം ക്യാപ്റ്റൻ പറഞ്ഞു, വെരി ഗുഡ്. ഒരു യുദ്ധത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം 10 പേരെ കൊല്ലുന്നതിനേക്കാളും വിലയുള്ളതാണ് ഒരുത്തിനെ ജീവനോടെ പിടിക്കുക എന്ന് പറയുന്നത്. യു ഡൺ എ ഗുഡ് ജോബ്. എത്രയും പെട്ടെന്ന് അവനെ വിളിച്ചുകൊണ്ട് പോവാ എന്ന് പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞു. ഫോൺ വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പം പിന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, സാർ അവൻ എൻ്റെ കൂടെ വരുന്നില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ അവനെ അവിടെ വിട്ടിട്ട് നീ ഇങ്ങ് വരാൻ പറഞ്ഞു. ശരി സാർ എന്ന് വെച്ചു. ഫോൺ വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പം ഇവൻ പിന്നെ വിളിച്ചു. എന്താടാ എന്ന് വെച്ചു. സാർ അവൻ എന്നെ വിടുന്നില്ല സാർ എന്ന് പറഞ്ഞു. ആരെ പിടിച്ചേക്കുന്നേ? ഇവൻ അവനെയല്ല, അവൻ ഇവനെയാണ് പിടിച്ചേക്കുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. സമ്പത്തിന് മേല നമുക്ക് ഭയങ്കര വിക്ടറിയാണ്, നമുക്ക് സമ്പത്തിനോട് വലിയ മോഹമൊന്നുമില്ല നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ സമ്പത്ത് പറയാണ്, കാനഡയ്ക്ക് പോടാ. അപ്പോഴത്തെ നമ്മൾ ബാഗ് പാക്ക് ചെയ്ത്, കാരണം മാമൻ പറഞ്ഞ് നമുക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ഇതിനേക്കാളും ലാഭം വേറൊരു രാജ്യത്തിലാണ്, അങ്ങോട്ട് ഓടിക്കോളാം, ഇപ്പം തന്നെ ഓടിക്കോളാം, ഒരു നിമിഷം പോലും പോയി. കാരണം നമുക്ക് ഈ മാമോനെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല.
നമ്മൾ ചിന്തിക്കുന്ന മാമോനെ നമ്മൾ ജയിക്കുന്ന, പക്ഷെ മാമോന് നമ്മളെ വട്ടം കറക്കാനുള്ള പവറുണ്ട്, എങ്ങോട്ട് വേണേലും ഓടിക്കാം. പക്ഷെ നമ്മൾ ചിന്തിക്കും നമ്മൾ അതിനെയൊക്കെ ജയിച്ചിരിക്കുമെന്നാണ്. ഈ പട്ടാളക്കാരൻ്റെ വിക്ടറി പോലെയുള്ളൂ മിക്കവാറും നമ്മുടെ വിക്ടറികളൊക്കെ. അതുകൊണ്ട് മാമോൻ്റെ കൈ പെട്ടാൽ നമ്മൾ പെട്ടതാണ്, ഇന്ന് രക്ഷപ്പെടാൻ എളുപ്പമല്ല എന്ന് ഞാൻ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ രണ്ടിനെ സേവിക്കാൻ പോകരുത്. എൻ്റെ പ്രശ്നം രണ്ടിനെ പോയിട്ട് കർത്താവിന് ഇന്ന് ചിന്തിക്കുന്ന പോലുള്ള ആളുകൾ. മാമോൻ കൊണ്ടുതരുന്നു എന്നുള്ള ഒരൊറ്റ സന്തോഷമാണ് കർത്താവിനോടുള്ളത്. കർത്താവ് നീ ഇല്ലായിരുന്നെങ്കിൽ ഈ മാമോനെ എവിടെ നിന്ന് കിട്ടിയേനെ? അതാണ് നമ്മുടെ ആകെയുള്ള ഒരു കർത്താവിനോടുള്ള സ്നേഹം. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ ഉത്കണ്ഠ ഉണ്ടായാൽ, ഉപജീവന ചിന്ത ഉണ്ടായാൽ, ഭാരം, വിചാരപ്പെട്ടാൽ, വിഷയങ്ങളുണ്ടായാൽ, നമ്മൾ വിഷയങ്ങളുടെ കാര്യം പറയില്ല എപ്പോഴും, വിഷയങ്ങളുണ്ടായാൽ നിങ്ങൾ മാമോൻ്റെ പിന്നാലെ പോയിരിക്കും. ഇന്ന് പെട്ട് കഴിഞ്ഞാൽ ഇത് രക്ഷപ്പെടാൻ ഭയങ്കര പാടാണ്. ഈ മാമോൻ്റെ രുചി മനസ്സിലാക്കിയാൽ പിന്നെ അതിനകത്ത് വെളിയിൽ വരിക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഞാൻ അതിനൊരു കഥയും കൂടെ നിങ്ങളോട് പറയാം. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ കല്യാണത്തിൻ്റെ സമയത്ത് എനിക്ക് പരിചയം ഉണ്ടായിരുന്ന ഒരു പ്രായമായൊരു പാസ്റ്ററിനോട് പറഞ്ഞു, നീ ഇങ്ങനത്തെ മണ്ടത്തരമൊന്നും കാണിക്കരുത്, സ്ഥിരധനം വേണ്ട, അങ്ങനെയൊന്നും പറയരുത്, കിട്ടാവുന്നത് മാക്സിമം മേടിച്ചോണം, ഇപ്പോഴാണ് നിനക്ക് മേടിക്കാൻ പറ്റിയ സമയം. കുറേ നാൾ കഴിഞ്ഞാൽ പിന്നെ അവരാരും 5 പൈസ നിനക്ക് തരത്തില്ല. അതുകൊണ്ട് ബുദ്ധി ഉണ്ടെങ്കിൽ ഇപ്പം കിട്ടാവുന്ന മേടിച്ചോണം. അല്ലെങ്കിൽ 40-45 വയസ്സാകുമ്പം നിൻ്റെ ഭാര്യ തന്നെ പറയും, അച്ചായ അന്ന് കിട്ടാവുന്ന മേടിച്ചോണ്ട് പോകുന്നായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നു എന്ന് നിൻ്റെ ഭാര്യ തന്നെ ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു, 45 വയസ്സാകുമ്പോഴല്ലേ, ഇപ്പം 27 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു 20 വർഷത്തിന് ശേഷം അല്ലെ 18 വർഷത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോഴേ പാപം ചെയ്യണ്ടല്ലോ, അന്നേരം പാപം ചെയ്താൽ പോരെ? ഞാൻ പുള്ളിയോട് ചോദിച്ചു. പുള്ളി പറഞ്ഞു, നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോയി. പക്ഷേ 40 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ എന്താണ് പുള്ളി 40-45 വയസ്സ് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇതിനെ നമ്മൾ മിഡിൽ ഏജ് ബ്ലൂസ് എന്ന് പറയും. മിഡിൽ ഏജ് ബ്ലൂസ് ഈ 45 വയസ്സാകുമ്പോഴാണ് നമ്മുടെ പിള്ളേർ പതുക്കെ +2 കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് പോകാൻ തുടങ്ങുന്നത്. പെൺപിള്ളേർ കല്യാണപ്രായമായി വരുന്നു. ഇതുവരെ കർത്താവിൻ്റെ പരിജ്ഞാനം എന്നും പറഞ്ഞ് നടന്ന് 5 പൈസ ഉണ്ടാക്കിയിട്ടില്ല. ഇവരെ ഇനി എവിടെ കെട്ടിച്ചുവിടും? കാശില്ലാതെ കല്യാണം നടക്കൂ? ഇവരുടെ ഭാവി എന്താകും? അപ്പം മക്കൾ നോക്കുമ്പം അപ്പുറത്തെ വീട്ടിൽ ഭയങ്കര സമ്പത്ത്, ഇഷ്ടംപോലെ ആർഭാടം, നമ്മുടെ കയ്യിലൊരു പൈസ ഇല്ല, ദൈവത്തെ വിളിച്ചിറങ്ങിയിട്ടൊന്നുമില്ല. അപ്പം ഇവർ പറയും, അപ്പൻ ദൈവത്തെ വിളിച്ചിട്ട് എന്നാ കിട്ടി, നമ്മൾ കണ്ടില്ലേ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്. അപ്പം അപ്പൻ്റെ മനസ്സിലേക്ക് വരികയാണ്, ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, നമുക്ക് എന്തെങ്കിലും സമ്പാദിക്കണം. അപ്പോൾ ഉടനെ പുള്ളി എന്ത് ചെയ്യാൻ പോവാണ്, നല്ലൊരു സഭ ഇവിടെ കിട്ടും എന്ന് അന്വേഷിക്കാൻ. കാരണം എന്താ വെച്ചാൽ സമ്പാദിക്കാൻ സമയമായി, ജീവിതം തീരാൻ പോവാം. ഈ ഷാൻഡലിലൊക്കെയാണ് 65 വയസ്സാകുമ്പോൾ പാസ്റ്റർമാർ റിട്ടയർ ചെയ്യും. റിട്ടയർ ചെയ്യാൻ പിന്നെ ഇവർക്ക് ചർച്ച ഒന്നും കൊടുക്കില്ല. അപ്പം നേരത്തെ പ്ലാൻ ചെയ്യണം. 65 വയസ്സാകുന്നതിന് മുമ്പ് ഒരു 90 വയസ്സ് വരെ ജീവിക്കാനുള്ളത്, പിന്നെ മക്കൾക്ക് ജീവിക്കാനുള്ളത് സമ്പാദിച്ചിട്ടേ റിട്ടയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യകാലത്ത് കർത്താവിന് വേണ്ടി ഭയങ്കരമായിട്ട് ഓടിയ ആൾക്കാരെല്ലാം കുറേ കഴിയുമ്പം, അത് പാസ്റ്റർമാരും ശുശ്രൂഷകരും മാത്രമല്ല, വിശ്വാസികളും എല്ലാവരും, ഞങ്ങൾക്ക് സമ്പത്തൊന്നും വേണ്ട, ഞങ്ങൾ കർത്താവിന് വേണ്ടി എന്ന് പറയുന്നവരെല്ലാം ഈ പിള്ളേരുടെ കാര്യം വരുമ്പം പതുക്കെ നമ്മൾ സമ്പാദിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ഈ മാമോൻ്റെ രുചി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പിള്ളേരെല്ലാം സെറ്റിലായി, അമേരിക്കയിലായി, കാനഡയിലായി, എല്ലാം ഇഷ്ടം പോലെ മാമോനുമായി. എന്നാൽ പിന്നെ ഇനി ഞാൻ പിന്നെ കർത്താവിന് വേണ്ടി ഓടാൻ പോകാന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത് ഓടാൻ പറ്റിയല്ല. അത് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒറ്റ ഓട്ടമുള്ളൂ പരിജ്ഞാനത്തിലേക്ക്. അത് വിട്ടുപോയ പിന്നെ രണ്ടാമത് പ്രായമായി കഴിഞ്ഞാൽ ഇനി ഒന്നും കൂടെ ഇതെല്ലാം വിട്ടിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പം എനിക്ക് കാറില്ലാതെ പോകാൻ പറ്റില്ല. ഭയങ്കര ട്രാപ്പായി. മാമോൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ കർത്താവിനെ പ്രസാദിപ്പിക്കാനേ പറ്റില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നീ ചിന്തിക്കരുത് നാളെക്കുറിച്ച്, ആകുലപ്പെടരുത്. ആകുലപ്പെട്ടാൽ യു ആർ ട്രാപ്ഡ്. കാരണം നീ ഒരു പ്രതിസന്ധിയിലാകാൻ സാത്താൻ നോക്കിയിരിക്കും അവൻ്റെ തന്ത്രങ്ങളായിട്ട് വരാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ മിഡിൽ ഏജിനെ ഞാൻ ജയിച്ചാൽ പിള്ളേരുടെ ഭാവി, ഞാൻ മരിച്ചാൽ എൻ്റെ പിള്ളേർക്ക് എന്താവും, ഭാര്യയ്ക്ക് എന്താവും എന്നുള്ള ചിന്ത എന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് അന്ത്യം വരെ ഓടാം. കാരണം ഇതൊരു ഉപജീവന ചിന്ത. ആ കർത്താവ് പറഞ്ഞ ഈ മനുഷ്യപുത്രം വരുമ്പോൾ ഉപജീവന ചിന്തയും അതിഭക്ഷണവും ആയിട്ട് വിശ്വാസം മനുഷ്യൻ കണ്ടെത്തുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നതിൻ്റെ വ്യഭിചാരം ചെയ്തും കൊലപാതകം ചെയ്തും വിശ്വാസം നഷ്ടപ്പെടുത്തുമെന്നല്ല പറഞ്ഞേക്കുന്നത്.
ഉപജീവന ചിന്ത, വിഷയങ്ങൾ ആ വിഷയങ്ങൾ വന്നിട്ട് വിശ്വാസത്തെ കെടുത്തി കളയുന്നതാണ്. ഭയങ്കരമായി പോയില്ലേ ഇത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? എന്നിട്ട് പറയുകയാണ്, ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. അപ്പോൾ നമ്മൾ പണിയൊന്നും എടുക്കാതെ പറവകളെ പോലെ പറന്നു നടന്നാൽ അങ്ങനെയാണോ? നമുക്കുള്ളതെല്ലാം ദൈവം എവിടെയെങ്കിലും കരുതിക്കോളും, അപ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട. അങ്ങനെയല്ല ഇവിടെ പറയുന്ന, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന നമ്മൾ ചെയ്യുന്നു, പറവയ്ക്ക് വെച്ചിരിക്കുന്ന പറവ ചെയ്യുന്നു, ടെൻഷൻ അടിക്കുന്നില്ല. നമ്മൾ നമുക്ക് വെച്ചിരിക്കുന്ന ചെയ്യുന്നു, ടെൻഷൻ അടിക്കുന്നില്ല. അടുത്ത വാക്യം എങ്ങനെയാണ്? നിങ്ങൾ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് വയലിലെ താമര എങ്ങനെ വളരെ നോക്കുവിൻ. അവ നൂല് നൂൽക്കുന്നില്ല, അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നില്ല. ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പം 3 പേരുടെ ഗ്ലോറിയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഗ്ലോറി, മറ്റൊന്ന് ശലോമോൻ്റെ ഗ്ലോറി, 3 അല്പവിശ്വാസികളായി നമ്മളെ ചമയിക്കുന്ന ഗ്ലോറി. ഇതിലേത് ഗ്ലോറിയാണ് ഏറ്റവും വലുത്? അതിൻ്റെ ഓർഡർ ഒന്ന് പറയാം, നമുക്ക് ഓർഡർ ഒന്ന് കണ്ടുപിടിക്കാം. ഇതിലേതാണ് ഏറ്റവും ചെറുത്, ഏതാണ് ഏറ്റവും വലുത്? ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് ഉണ്ടാകുന്നതിൻ്റെ തലേ വർഷം ഞങ്ങൾ സഭയിലൊരു തീരുമാനമെടുത്തു, നമുക്ക് എല്ലാവർക്കും കൂടെ കൊടൈക്കനാലിന് പോകാം. അപ്പോൾ ഈ കൊടൈക്കനാലിനടുത്തുള്ള ഒരു സ്ഥലം, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അവിടെ ഒരു ക്യാമ്പ് സെൻ്റർ ഉണ്ട്. ആ ക്യാമ്പ് സെൻ്ററിൽ നമുക്ക് പോകാം. അപ്പോൾ അന്ന് വിശ്വാസികളെല്ലാവരും, സഹോദരങ്ങളെല്ലാവരും കൂടെ, എന്നൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു തമിഴ് മിഷനുണ്ട്. ഈ തമിഴ് മിഷണറീസിന് വേണ്ടി, പാസ്റ്റേഴ്സിന് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ 9 മുതൽ 3 മണി വരെ അവരുടെ ക്ലാസ്സും, വൈകിട്ട് 5 മണി മുതൽ 9 മണി വരെ മലയാളികളുടെ ഫെലോഷിപ്പ്, അത് കേരളത്തിലെ വിശ്വാസികളുടെ ഫെലോഷിപ്പ്. എങ്ങനെ ഐഡിയ? അപ്പോൾ രാവിലെ കൊടൈക്കനാലിൽ പോയാൽ വൈകിട്ട് 5 മണിയാകുമ്പോഴേക്കും ഇവർ വന്നാൽ മതി. ഇവർക്ക് ഫ്രീ ആയിട്ട് കറങ്ങി നടക്കാം. അപ്പോൾ ഫുൾ ടൈം പണി എനിക്ക് മാത്രമേ ഉള്ളൂ, കാരണം ഞാൻ തമിഴ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ഇതും അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സെറ്റ് ചെയ്തു, തീരുമാനിച്ച് അവിടെ ചെന്നു. അപ്പോൾ ഇതിനകത്ത് ഈ കറങ്ങാൻ വേണ്ടി, കൊടൈക്കനാൽ പോകാൻ വേണ്ടി മാത്രം കയറിയവരുണ്ട്. ഞങ്ങളുടെ വണ്ടി കൊടൈക്കനാൽ ചെന്നപ്പോഴാണ് മനസ്സിലായത്, സീസണാണ്, ഈ വണ്ടി ഒന്നും മുകളിലോട്ട് കയറ്റി വിടുന്നില്ല. ആ 40 കിലോമീറ്റർ ദൂരം പോകാൻ 3-4 മണിക്കൂർ എടുക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ 5 മണിക്ക് പോയിട്ട് 10 മണിക്ക് പോലും തിരിച്ച് വരികയില്ല എന്നുള്ള ദുഃഖകരമായ സത്യം മനസ്സിലായി. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊടൈക്കനാൽ കാണാൻ വേണ്ടി മാത്രം വന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇവരുടെ എന്ത് സമാധാനം പറയും, അതിനുവേണ്ടി അവർ വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഇതാണ്, ഞാനൊരു ചെറിയ പ്രസംഗം പറഞ്ഞു, റൈറ്റ്, അത് അവർക്ക് മനസ്സിലായ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ എങ്ങനെയാണ്, ശലോമോൻ്റെ മഹത്വം എന്ന് പറയുന്നത് എന്താണ്? അത് പണം കൊണ്ടും സ്വാധീനം കൊണ്ടും മനുഷ്യൻ്റെ കഴിവ് കൊണ്ടുണ്ടാക്കുന്നതാണ്, മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. നമുക്ക് വേണമെങ്കിൽ മോള്, ദുബായ് മോൾ കാണാൻ പോകുന്നത്, അതെന്താണ്? ഗ്ലോറി, ശലോമോൻ്റെ ഗ്ലോറി എന്ന് വേണേൽ പറയും. അല്ലെങ്കിൽ ബുർജ് ഖലീഫ കാണാൻ പോകുന്നു, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണാൻ പോകുന്നു, അതൊക്കെ എന്താണ്? ശലോമോൻ്റെ ഗ്ലോറി. അപ്പോൾ കർത്താവ് പറയുന്ന ശലോമോൻ്റെ ഗ്ലോറി പോലെ എത്രയും പറ്റത്തില്ല, വയലിലെ താമരയുടെ ഗ്ലോറി പോലും അത്ര എത്തത്തില്ല. അപ്പോൾ ഏറ്റവും ഗ്ലോറി എന്തിനാണ്? അല്ല, ഏറ്റവും കുറഞ്ഞ ഗ്ലോറി എന്തിനാണ്? ശലോമോൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, മനുഷ്യനുണ്ടാക്കിയ സൃഷ്ടിയുടെ ഗ്ലോറിയാണ് ഏറ്റവും കുറഞ്ഞത്. അതിനു മുകളിലാണ് താമരകൾ. അപ്പോൾ കൊടൈക്കനാലിൽ പോയി ദൈവത്തിൻ്റെ സൃഷ്ടി കാണുന്നതിനകത്താണോ ഗ്ലോറി, രസം, അല്ല എൻജോയ്മെൻറ്റ് കൂടുതൽ? അതോ ശലോമോൻ്റെ ഗ്ലോറി എന്ന് പറയുന്ന മനുഷ്യൻ സൃഷ്ടിച്ചതിനകത്താണോ കൂടുതൽ എൻജോയ്മെൻറ്റ്? പറ. ഇതൊന്നും നിങ്ങൾ പറയില്ല ഇപ്പോഴും, ഈ 8 ദിവസമായിട്ടും. തീർച്ചയായിട്ടും ബൈബിൾ പറയുന്നു കൊടൈക്കനാലിലെയാണ് കാണാൻ, അത് ദൈവം സൃഷ്ടിച്ചതാണ്, ഇത് മനുഷ്യനുണ്ടാക്കിയതാണ്. ശലോമോൻ്റെ ഗ്ലോറി ദൈവം ചമയിക്കും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ കർത്താവ് വേറൊരു കാര്യം പറഞ്ഞു, അതിനേക്കാളും അത്ഭുതകരമാണ് ഒരു വിശ്വാസവും ഇല്ലാതെ, ദൈവത്തെ വിശ്വസിക്കാതെ അല്പവിശ്വാസികളെ നമ്മൾ ഓരോ ദിവസവും ഫുഡും വസ്ത്രവും നിന്ന് കർത്താവ് നടത്തുന്നതിനകത്തെ ഗ്ലോറി. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും കൊടൈക്കനാലിലെ താമരകളുടെ സൗന്ദര്യത്തെക്കാളും നല്ലത് ഇവിടെയുള്ള മിഷണറിമാരെ ദൈവം എങ്ങനെ പുലർത്തുന്നതെന്ന് ശ്രദ്ധിക്കാം. എല്ലാവർക്കും ആശ്വാസമായി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ഈ വചനം ഇങ്ങനെ സംസാരിക്കുമ്പോഴേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഞാനിത് മനസ്സിലാക്കിയിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങളെപ്പോലെ ഞാനും ഒരു ശ്രോതാവാണ്. എന്നോട് കർത്താവ് പറയുന്നത്, എൻ്റെ കയ്യിൽ ഒരു പേപ്പർ സ്ലിപ്പ് ഒന്നുമില്ല, ഞാൻ എന്താ പറയേണ്ടത് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങളോട് കർത്താവ് സംസാരിക്കുമ്പോൾ എന്നോടും കൂടെ സംസാരിക്കും. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്,
മനുഷ്യനെയാണ് ദൈവത്തിൻ്റെ പ്രഷ്യസ്, താമരയല്ല, ശലോമോൻ്റെ ഗ്ലോറി അല്ല, പണമല്ല, സമ്പത്തല്ല. അപ്പം നമ്മളൊരു ടൈം ചെലവിടുമ്പോൾ ഒരു മനുഷ്യൻ്റെ കൂടെ സമയം ചെലവിടുന്നതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. കാരണം അത്ര കരുതലാണ് ദൈവത്തിന് മനുഷ്യനോട്. ഇങ്ങനെ കരുതലുള്ളൊരു ദൈവം ഉള്ളപ്പം നിങ്ങൾ എന്തിനാണ് ആശങ്കപ്പെടുന്നതെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ഈ ആശങ്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ദൈവം നമ്മളെ എത്ര അത്ഭുതകരമായി പരിപാലിക്കുന്നു എന്നുള്ള വിഷയം നമുക്ക് മനസ്സിലാവുകയില്ല. അത് മാത്രമല്ല, നമ്മൾ പരീക്ഷയ്ക്ക് തോക്കുകയും ചെയ്യും. അതെങ്ങനെയാ താഴോട്ട് പറയുന്നുണ്ട്. 29-ാം വാക്യം പറയുന്നത്, എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലെയും ഇവയിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല. ഇപ്പൊ ഈ വയലിലെ താമരയുടെ അത്ര ഒരു ബ്യൂട്ടി ശലോമോൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല, എത്ര ഗ്ലോറിയസ് ആയിട്ട് എന്തുണ്ടാക്കി വെച്ചാലും. അടുത്ത വാക്യം പറയുന്നു, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്രയധികം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ പവർ വെളിപ്പെടുന്നത് എവിടെയാണ്? അല്പവിശ്വാസികളുമായുള്ള നമ്മുടെ ഡീലിങ്ങിലല്ലേ. അപ്പൊ ഏറ്റവും നമുക്ക് എൻജോയബിൾ എന്താണ്? മനുഷ്യരുടെ കൂടെ കർത്താവിന്റെ കൂട്ടായ്മ, ആത്മാവിന്റെ കൂട്ടായ്മ അനുഷ്ഠിക്കുന്നതാണ് ഏത് കാഴ്ച കാണുന്നതിനേക്കാളും. ശരിയാണോ? ഓക്കെ, അടുത്തത്, ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. അപ്പൊ ജാതികൾ എന്താ അന്വേഷിക്കുന്നത്? നിങ്ങൾ ഫോൺ ചെയ്യുമ്പം എന്താ സംസാരിക്കുന്നത്? സാധാരണ സഹോദരിമാർ ഫോൺ ചെയ്യുമ്പോൾ സംസാരിക്കുന്നത് എന്താന്ന് പെട്ടെന്ന് പറയാൻ എളുപ്പം. കാരണം അവരെല്ലാവരും ഏകദേശം ഒരുപോലെയാണ് സംസാരിച്ചു തുടങ്ങുന്നത്. എന്തായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്? ഉച്ചയ്ക്ക് എന്താ കറി? ഈ ഡ്രസ്സ് എവിടെ നിന്ന് വാങ്ങിയതാ? ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും. അതിന് പകരം ഫോൺ ചെയ്തിട്ട് എങ്ങനെയുണ്ട് പ്രത്യാശ എന്ന് ചോദിച്ചു നോക്കി. അപ്പൊ കേൾക്കുന്നതിൽ വിചാരിക്കും ഇവർക്ക് എന്താ വട്ട് പിടിച്ചോന്ന്. നമ്മുടെ കോൺവെർസേഷനിൽ അതൊന്നും വരാറില്ല. നമ്മുടെ കോൺവെർസേഷനിൽ വരുന്നത് ഈ എന്ത് തിന്നും, എന്ത് കുടിക്കും, ജാതികളുടെ കാര്യങ്ങളല്ലേ. ശരിയല്ലേ? ഈ മലയാളികൾ ഭയങ്കര ഫുഡീസാണ്. മലയാളികളെ പോലെ എൻജോയ് ചെയ്യാൻ വേണ്ടി തിന്നുന്നവർ ലോകത്ത് വളരെ കുറവായിരിക്കും. അറബികളിൽ എനിക്കറിയാൻ മേലെ, ഇന്ത്യയിൽ വളരെ കുറവാണ്. ഇന്ത്യയിൽ ആന്ധ്ര ചെന്ന് കഴിഞ്ഞാൽ ഒരു ചോറ് ഒരു കറി. നമ്മളിവിടെ കറി കണ്ടിട്ട് ചോറ് എവിടെയാണെന്ന് അറിയാൻ മേലാത്ത സ്ഥിതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം എൻജോയ്മെന്റാണ്. മലയാളിക്ക് തിന്നും നടന്നും കഴിച്ചും എൻജോയ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനെൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ട് ചോദ്യം ചോദിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഫോൺ ചെയ്യുമ്പോൾ. ആ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. വചനം സംസാരിക്കുന്ന ഒരു കൾച്ചർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് വചനം സംസാരിച്ച് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞ് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ദൈവം എന്തെങ്കിലും ആലോചന തന്നിട്ടുണ്ടെങ്കിൽ പങ്കുവെച്ച് ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ്. നമുക്കെല്ലാം കൃപാവരമുണ്ട്. നമ്മൾ സംസാരിച്ച് തുടങ്ങി നോക്കിയാൽ ദൈവം ഭയങ്കരമായിട്ട് നമ്മൾ ഉപയോഗിക്കും. നിങ്ങൾ അങ്ങനെ കോൺവെർസേഷൻ ഒന്ന് മാറ്റി പിടിച്ചു നോക്കി. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്ന പോലെ നിങ്ങൾ വേറൊരാളോട് സംസാരിക്കുമ്പം നിങ്ങൾ സ്ട്രോങ് ആവും. ആണുങ്ങൾ സംസാരിക്കുന്നത് എന്നാന്നറിയാം? ഓ, എന്നാലും ആ പിണറായി വിജയന്റെ കാര്യം എന്തൊരു ചൂടാ ഇവിടെ. എല്ലാം ഗ്ലോബൽ വാർമിംഗ് ആണ്. വലിയ വലിയ കാര്യങ്ങളാണ്. പണ്ടൊരു കല്യാണം കഴിച്ച 50-75 വർഷം കഴിഞ്ഞ കപ്പിളിനോട് ചോദിച്ചു, നിങ്ങൾ ഒരിക്കൽ പോലും വഴക്കുണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം? അപ്പം ഭർത്താവ് പറഞ്ഞു, കല്യാണം കഴിച്ച ആദ്യത്തെ ദിവസം ഞങ്ങളൊരു തീരുമാനം എടുത്തായിരുന്നു. വലിയ വലിയ കാര്യങ്ങളെല്ലാം ഞാൻ തീരുമാനിക്കും, ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഭാര്യ തീരുമാനിക്കും. ഒരു ഡിസിഷൻ എടുത്തായിരുന്നു. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഈ വലിയ വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഇന്ത്യ അമേരിക്കയുടെ കൂടെ ചേരണോ, റഷ്യയുടെ കൂടെ ചേരണോ, ഈ പ്രാവശ്യം ഇലക്ഷനിൽ ആര് ജയിക്കും, ഓക്കെ, ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ഞാൻ തീരുമാനമെടുക്കും. ഭാര്യയോ, നമ്മുടെ പിള്ളേരെ എവിടെ സ്കൂളിൽ ചേർക്കണം, നമ്മുടെ വീട് പണിയുമ്പോൾ എത്ര വലിയ വീട് പണിയണം, എത്ര കാശ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഭാര്യ തീരുമാനിക്കും. 75 വർഷമായിട്ട് അവർ തമ്മിൽ ഒരു വഴക്കുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ, മെഡിറ്റേഷൻസ്, നമ്മുടെ കോൺവെർസേഷൻ, നമ്മുടെ ലൈഫ് കോൺവെർസേഷൻ, എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത് എഫെസ്യ ലേഖനം വായിക്കുമ്പോഴേ കൃപയുടെ വ്യാപാരം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ വ്യാപാരം ചെയ്യുന്നത്? ദർ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് ഗ്രേസ്. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം.
എല്ലാ എക്സാമ്പിളാണ് നമ്മളെ രക്ഷിച്ചു കൊണ്ടുപോകുന്നത്. ഭർത്താവ് ഭാര്യയോട് ചോദിക്കുകയാണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ഇൻ എവറി ഹോം, എൻ്റെ കാറിൻ്റെ കീ എന്തി? ഭാര്യ ഇപ്പം എക്സ്ചേഞ്ച് തുടങ്ങി, രാവിലെ തന്നെ എക്സ്ചേഞ്ച് തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം. എവിടെയെങ്കിലും കൊണ്ട് കീ വെച്ചിട്ട് അതിൻ്റെ എല്ലാം പുറകെ ഞാൻ നടക്കും, എനിക്ക് 100,000 പണിയുണ്ട്, എവിടെയെങ്കിലും ഉണ്ട് നോക്ക. എന്തൊരു കൃപ ഇങ്ങനെ ശക്തമായി വ്യാപരിക്കുകയാണ്. അപ്പൊ കൃപയുടെ ഒരു ട്രാൻസാക്ഷൻ നടന്നു, കോൺവെർസേഷൻ. ഓക്കെ, അത് ഒന്നുകിൽ അങ്ങനെ പറയും, അല്ലെങ്കിൽ പറയും പരാതി പറയുന്ന ഭാര്യ, എല്ലാത്തിനും എൻ്റെ കൈ തന്നെ ചെല്ലണം, ഇയാൾക്കാണ് ഒരു ഓർമ്മയില്ല, ബോധമില്ല, ഞാൻ മടുത്തു, കഷ്ടപ്പാട്. ഇത് പരാതി പറയുന്ന ഭാര്യ. എന്നാൽ ഭർത്താവ് ചെന്നിട്ട് ആ കീയെങ്ങാൻ ഇവിടെ ഒന്നും കണ്ടായിരുന്നോ? സ്നേഹം ചോദിച്ചു, ഞാൻ കണ്ടില്ല അച്ചായ, ഇപ്പം ഞാൻ നോക്കട്ടെ, ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് വരാം. ഓ, എന്തൊരാശ്വാസം! ഈ കൃപ എന്ന് വരും? നമ്മുടെ ഈ കോൺവെർസേഷൻസിലെല്ലാം ഈ കൃപ വ്യാപരിക്കണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വളരണം. അപ്പോൾ നമ്മുടെ എല്ലാ കോൺവെർസേഷൻസും ക്രൈസ്റ്റ് സെൻട്രിക് ആയിരിക്കും, ക്രിസ്തുവിനെ സംബന്ധിക്കുന്നതായിരിക്കും. ചില കോൺവെർസേഷൻസ് വരുമ്പോഴേക്കും നമുക്ക് അസ്വസ്ഥത, അത് വേറെ ആർക്കിട്ടോ കുത്തി കയറ്റുന്ന, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തല മന്ദിച്ചു പോകും. ഇതെങ്ങനെ സഹിച്ചു നിൽക്കുന്നു? ഈ കുറ്റം പറഞ്ഞതിനകത്ത് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ തെറ്റായ വചന ഉപദേശം നമ്മൾ കാണിക്കണം. പത്യോപദേശം പഠിപ്പിക്കുവാൻ തെറ്റായ ടീച്ചേഴ്സിനെ പൗലോസ് എക്സ്പോസ് ചെയ്ത പോലെ കർത്താവ് എക്സ്പോസ് ചെയ്ത് നമ്മൾ പറയേണ്ടി വരും. പക്ഷെ അത് വ്യക്തിപരമല്ല. വെൻ യു ആർ സ്പീക്കിംഗ് അബൌട്ട് ഇൻഡിവിജ്വൽസ്, അബൌട്ട് ഇൻഡിവിജ്വൽസ്, നമ്മൾ കർത്താവിൻ്റെ കൃപയിലല്ല, നമ്മൾ നമ്മുടെ സ്വന്തം നീതിയിലാണ് നിൽക്കുന്നത്. അപ്പം ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ വിചാരങ്ങൾ, ചിന്തകൾ, അത് ശ്രദ്ധിക്കണം. ഞാൻ പറയാൻ കാരണം അതുകൊണ്ട് നന്നാവാനൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഇനി ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുമ്പം എങ്ങനെയെങ്കിലും ആ കോൺവെർസേഷൻ ബൈബിളിലേക്ക് തിരിച്ചുവിടണം. സഹോദരന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ വചനം, ഒരു ചിന്ത, ഒരു തോട്ട്, എത്ര രസമായിരിക്കും ആത്മീയ കൂട്ടായ്മ എന്ന് പറയുന്നത്. വേറൊന്നും സംസാരിക്കരുതെന്നതിന് അർത്ഥമില്ല, പക്ഷെ ഇതും കൂടെ അതിൻ്റെ കൂടെ ചെല്ലണം. ഓക്കെ, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ജാതികൾ എന്താ അന്വേഷിക്കുന്നത്? ജാതികൾ എന്തിനാണ് ജീവിക്കുന്നത്? എന്ത് തിന്നും, എന്ത് കുടിക്കും, എൻ്റെ പിള്ളേർ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, എവിടെ നല്ല സാരി മേടിക്കാൻ പറ്റും, ഏത് കടയാണ് നല്ലത്, ഇതൊക്കെ ആരന്വേഷിക്കുന്നത്? ആരന്വേഷിക്കുന്നത്? ജാതികളാണ്. കാരണം അവർക്ക് എന്ത് തിന്നുന്നതാണ്. കല്യാണം നാളെ വരണം കേട്ടോ, എന്താ ഫുഡ്? അപ്പോൾ ഫുഡിൻ്റെ സമയം വഴിക്ക് ചെല്ലണം. നമുക്ക് എങ്ങനെയെങ്കിലും ഫുഡാണ് അതിനകത്തെ കൺസേൺ. എല്ലാവരും അല്ല, കുറച്ച് പേര്. ഇവിടെ പറയാണ്, നിങ്ങൾ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കും. ഞാനതൊന്ന് ഒത്തിരി വിശദീകരിക്കുക. ഇതിനകത്ത് പ്രശ്നം എന്താ? നമ്മൾ ഈ ആഹാര കാര്യങ്ങൾ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ ലോക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചും പറഞ്ഞും നടന്നാലുള്ള കുഴപ്പം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങൾ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലോട്ട് കയറുന്ന സമയത്ത് കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ അന്നേരം താമസിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇഞ്ചി കൃഷി ചെയ്തൊരു പരിപാടിയുണ്ട്. ഇഞ്ചി കൃഷി ചെയ്തിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഇഞ്ചി കൃഷി ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഒരാളോ 2 പേരോ? മതി, അത് മതി. നമ്മളൊരു തടമെടുക്കുന്നു. തടമെടുക്കാന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി ഉയർന്ന, മണ്ണിൽ നിന്ന് ഉയർന്ന ഒരു തടമെടുത്തിട്ട് ചെറിയൊരു തൂമ്പ വെച്ചിട്ട് ചെറിയ കുഴികളെടുക്കുന്നു. എന്നിട്ട് അതിനകത്ത് ഒരു ചെറിയ ഇഞ്ചി വിത്ത്, മുളച്ച ഇഞ്ചിയുടെ ഒരു കഷ്ണം, എല്ലുപൊടി, ചാണകം, ഇതെല്ലാം ഇട്ട് മൂടുന്നു, മണ്ണിട്ട് മൂടുന്നു. ഇങ്ങനെയാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നത്. ഓക്കെ, ഇത് പിള്ളേർക്കും കൂടാവുന്ന കൃഷിയാണ്. അപ്പം ഞങ്ങൾ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലോട്ട് ജയിച്ചാൽ 4-ൽ നിന്ന് 5ലോട്ട് ജയിച്ച എൻ്റെ അനിയനും കൂടെ എല്ലുപൊടി എടുത്തുകൊണ്ട് ചെറിയ പാത്രത്തിനകത്ത് ഇത് കോരിയിടാൻ. അപ്പോൾ അവിടെ ആരെങ്കിലും കിളയ്ക്കാൻ ആരെങ്കിലും കാണും, വലിയ പണികൾ ചെയ്യാനൊക്കെ മുതിർന്ന ആൾക്കാരെല്ലാം കാണും. അപ്പം ഞങ്ങൾ ഇതിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ നടക്കും. ഒരു രസം. അവധിയാണല്ലോ, മെയ് മാസത്തിൽ മിക്കവാറും ചെയ്യും. കുറച്ചു നേരം കഴിയുമ്പോൾ എൻ്റെ അപ്പം പറയും, കയറിപ്പോടാ, നീ ഇങ്ങനെയാണോടാ ചെയ്യുന്നത്? എന്ത് ചെയ്താലും വഴക്ക് പറയും. അതുകൊണ്ട് ഒരു പണിയും ചെയ്യാത്ത ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ പോയിരുന്ന് പഠിക്കടാ എന്ന് പറയാം. അപ്പം മെയ് മാസത്തിൽ എന്തോ പഠിക്കാൻ? 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലോട്ട് കയറിയാൽ ജൂണിലെ സ്കൂൾ തുറക്കും. എന്താ പഠിക്കാനാന്ന് ചോദിച്ചാൽ ഓൾറെഡി 6ാം ക്ലാസ്സിൽ പുസ്തകം വീട്ടിലുണ്ട്, അത് പഠിക്കാനാ. അതുമാത്രമായിരുന്നു പണി, വേറെ ഒരു പണിയും ചെയ്യിപ്പിച്ചിട്ടില്ല. എന്ത് പണി എടുക്കാൻ പോയാലും എന്തെങ്കിലും പറഞ്ഞ് കയറ്റിവിടും. അപ്പം
അപ്പം ഞാൻ എൻ്റെ അപ്പനോട് ചോദിക്കുകയാണെന്ന് വെച്ചോ, ചോദിച്ചടി ബഹളം ഉണ്ടായേനെ, ഞാൻ ചോദിക്കാമെന്ന് വെച്ചോ, ഞാൻ ഈ ഇഞ്ചി ഇവിടെ വെച്ചില്ല, എല്ലുപൊടി ഇട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ജീവിക്കണമെങ്കിൽ അധ്വാനിക്കണ്ടേ? ഞാൻ ഇതുമായിട്ട് നടന്നാലല്ലേ ഈ പരിപാടി നടക്കുള്ളൂ എന്ന് ഞാൻ ചോദിച്ചായിരുന്നെങ്കിൽ എൻ്റെ അപ്പൻ എന്നാ പറഞ്ഞേനെ? നീ അധ്വാനിച്ചിട്ടാണോ ഇവിടെ ചെലവിന് കൊടുക്കുന്ന, മര്യാദയ്ക്ക് പോയിരുന്ന് പഠിക്കണമെന്ന് പറയലേ? പറയോ? അപ്പം എനിക്ക് അപ്പനില്ലെങ്കിലോ ഞാൻ പണിയേണ്ടി വരും. ഇവിടെ മാത്രമല്ല, അടുത്ത വീട്ടിലും പണിയേണ്ടി വരും. സ്കൂളിൽ പോടാ പഠിക്കടാ എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് അധ്വാനിക്കാതിരിക്കാൻ പറ്റില്ല. ജാതികൾക്ക് അതുകൊണ്ട് ആഹാരത്തിന് എന്ത് കഴിക്കണം, വസ്ത്രം എന്ത് കൊടുക്കണമെന്ന് ചിന്തിച്ചേ പറ്റുള്ളൂ. കാരണം അവർ അപ്പനെ തിരിച്ചറിയുന്നില്ല. പക്ഷെ നമ്മളോടൊപ്പം പറഞ്ഞേക്കുക, നിങ്ങൾ ഈ പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്ത് വരുമ്പം നിങ്ങൾ ഉപജീവന കാര്യങ്ങളൊക്കെ വിട്ടിട്ടിങ് വാ, അത് ഞാൻ നോക്കിയോളാം. ദൈവരാജ്യം അതിൻ്റെ നീതി അന്വേഷിക്കുക, ബാക്കി ഞാൻ നിങ്ങൾക്ക് വേണ്ടത് തന്നോളാം. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞേക്കുന്നത്? ഉപജീവന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടരുത്, പെട്ടാൽ നിങ്ങൾ മാമോന്റെ വലയിൽ ചെന്ന് ചാടും. അതുകൊണ്ട് ഉപജീവന ചിന്തയിൽ ചെന്ന് ചാടാതെ നമ്മൾ എന്ത് ചെയ്യണം? അത് ദൈവത്തിൻ്റെ അടുത്തോട് കൊടുത്തിട്ട് വേണം. കർത്താവ് നീ ആഹാരം തരുന്നില്ലേ? വേണ്ട, തിന്നുന്നില്ല, പട്ടിണി കിടന്ന് ചാവുമോ? ചത്ത ഞാൻ അങ്ങ് വന്നേക്കാം, പ്രശ്നമില്ല, കിട്ടിയില്ലേലും പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ആത്മാവില്ലാതെ പറ്റില്ല, ക്രിസ്തുവിൻ്റെ ജീവനില്ലാതെ പറ്റില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്ന മുഴുവൻ എന്തോ, കർത്താവേ നിന്റെ രാജ്യം, നീ രാജാവായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ളത് തന്നാൽ മതി, ഇഷ്ടമില്ലാത്ത വേണ്ട, നീയാണ് രാജാവ്, യു ആർ ദ ഡിസിഷൻ മേക്കർ. അങ്ങനെ വന്നു കഴിയുമ്പം എൻ്റെ നീതി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ നീതിയാണ്. ഗിരിപ്രഭാഷണം ഇഷ്ടപ്പെട്ടോ? മുമ്പേ അവന്റെ രാജ്യം പോയിരുന്ന് പഠിക്കടാ എന്ന് പറയുന്നവരാ. നീ പോയി രാജ്യം നീ അന്വേഷിക്കും. എനിക്ക് ആ ഡ്രസ്സ്, ഈ സാരി, ആ കാറ്, ആ വീട്, ആ ജോലി, നിനക്ക് വേണ്ടത് എന്താന്ന് നീ പറയുന്നതിന് മുമ്പേ എനിക്കറിയാം. ആ കാര്യം ഞാൻ നോക്കിയോളാം, നീ എൻ്റെ കാര്യം നോക്ക്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ മാറി. ഒരു ദിവസം ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു വീട്ടില് രാത്രി 3 മണി വരെ ബൈബിൾ സ്റ്റഡി അല്ല, സംശയം ചോദിച്ചു രാത്രി 3 മണി വരെ കഴിഞ്ഞ് ഞാൻ ഒന്നും മയങ്ങി 4 മണിക്ക് എഴുന്നേറ്റ് വേണാട് എക്സ്പ്രസ്സിൽ കയറി, 5 മണിക്കുള്ള വേണാട് എക്സ്പ്രസ്സിൽ കയറി തിരുവല്ലായി വന്നിറങ്ങി. തിരുവല്ല ഒരു ചർച്ചിൽ അന്ന് പ്രസംഗിക്കേണ്ടത്. അന്നേരം ഫോൺ വന്നു ട്രിവാൻഡ്രത്ത്. അവർ ഉറങ്ങിയിട്ടില്ല. അവർ രാവിലെ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കൊരു ജോലി തരണേ എന്ന് പറയുമ്പോൾ കർത്താവ് നീ മൈൻഡ്, ഞാൻ തന്നോളാം നിന്റെ സമയത്ത്, നീ ടെൻഷൻ അടിക്കണ്ട, വിട്ടേക്ക് ഉപജീവന ചിന്ത, ഞാൻ തരാം. അത് നീ എൻ്റെ പുറകെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നടക്കണ്ട, നീ എൻ്റെ രാജ്യം നീ തന്നെ. അപ്പോൾ അവർക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ഒന്നുകൂടെ തിരിച്ചു പോവാൻ, ഞങ്ങൾക്കൊന്നും പ്രാർത്ഥിക്കാനില്ല, കാരണം വിഷയങ്ങൾ മുഴുവൻ പോയി. വിഷയത്തിന് നടുവിൽ ഇറങ്ങി വരാൻ കർത്താവ് നോക്കുമ്പോൾ വിഷയങ്ങളില്ല. ഇത്തിരി വെള്ളം കുടി. നിങ്ങൾ ഒരു നിമിഷം ഈ ബൈബിളിലേക്ക് നോക്കിയാൽ വിഷയങ്ങളേ ഉള്ളൂ. അതെല്ലാം ആത്മീകമാണ്. ഒരു വാക്യമാണ്. ഇപ്പം നമ്മൾ വായിച്ച വാക്യം, നിങ്ങൾ എന്ത് തിന്നുമെന്ന് വിചാരപ്പെടരുത്. അപ്പം ഞാൻ കർത്താവിൻ്റെ ചോദിക്കുക, കർത്താവേ ആ വിചാരം എൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. പ്രെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ പ്രെയറാണ്. ഞാൻ നിങ്ങളുടെ സജഷൻ പറയാം. ഇന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു വചനത്തിൽ ഒരു വേദഭാഗം എടുത്തങ്ങ് പ്രാർത്ഥിക്കുക, പുതിയ നിയമത്തിൽ നിന്ന്. ഗിരിപ്രഭാഷണം തന്നെ ആയിക്കോട്ടെ. ഈ ഗിരിപ്രഭാഷണത്തിലൊരു എന്തായാലും പ്രാർത്ഥിക്കാൻ വിഷയമില്ലാതെ നട്ടം തിരിഞ്ഞിരിക്കുന്ന ആൾക്കാർ എനിക്കറിയാം. ഓൾ നൈറ്റ് പ്രയർ ഡിക്ലെയർ ചെയ്തു, പ്രാർത്ഥനാ വിഷയം 11 മണിയാകുമ്പോഴേക്കും തീരും. 2 മണിയെങ്കിലും ആയില്ലെങ്കിൽ ഓൾ നൈറ്റ് പ്രയർ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവർ പറയും, നിങ്ങൾക്ക് ഏവർക്കെങ്കിലും വിഷയങ്ങളുണ്ടോ? ഞങ്ങൾ ഓൾ നൈറ്റ് ഇരിക്കുകയാണ്. അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാവരുടെയും വിഷയങ്ങൾ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നഴ്സറി ക്ലാസ്സിലെ പിള്ളേർ പ്രാർത്ഥിക്കുമ്പോൾ അവരെന്നാ പറയുന്നത്? എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ബ്ലസ് മീ ജീസസ്, ബ്ലസ് മൈ ഫാദർ, ബ്ലസ് മൈ മദർ, ബ്ലസ് മൈ ടീച്ചർ, ബ്ലസ് മൈ ബ്രദർ, ആമീൻ. അത്രയേ ഉള്ളൂ. 4 പേര് 5 പേര്. നമ്മൾ വലുതാവും തോറും നമ്മുടെ ഹൊറൈസൺ വലുതാവും. അപ്പം അതിനകത്ത് ട്രംപ് മുതൽ പുട്ടിൻ തൊട്ട് മോഡി മുതൽ വലിയൊരു ലിസ്റ്റാവും.
അത് 1 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ തീരെയല്ല. അമേരിക്കൻ ഇലക്ഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഇന്ത്യൻ ഇലക്ഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സുവിശേഷത്തെ അനുകൂലിക്കുന്ന ഗവൺമെൻറ് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതൊക്കെ കർത്താവ് ഓൾറെഡി തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ കാര്യം നോക്ക്, നിങ്ങളാകെ കുഴപ്പത്തിലാണ്. നിങ്ങൾക്ക് ആത്മീക ജീവൻ ജീവിക്കാനുള്ള ഓക്സിജൻ പോലും ഇല്ല. അവിടെ ശ്വാസം മുട്ടി പഴഞ്ഞുകൊണ്ട് ദൂരെ എങ്ങാണ്ട് കിടക്കുന്ന ഒരാൾക്ക് വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമോ? ആദ്യം ഒന്ന് ഓക്സിജൻ എടുക്കുക, സ്പിരിച്വൽ ഓക്സിജൻ. കർത്താവേ ജീവനുണ്ട്, ഞാൻ നിന്റെ മുമ്പിലുണ്ട്. 100,000 ആവശ്യങ്ങൾ. നമ്മുടെ കാര്യം ആകെ ആത്മീകമായിട്ട് കുഴഞ്ഞു കിടക്കുമ്പോഴാണ് 100,000 വിഷയങ്ങൾ. അപ്പോൾ ഈ ആൾക്കാർ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു മാറ്റം ഇവർക്കുണ്ടാകുന്നില്ല. കാരണം എന്താണെന്നറിയോ? എല്ലാം വിഷയങ്ങളാണ്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല, കയ്യിലേക്കാണ് നോട്ടം മൊത്തം. അപ്പം അതിനകത്ത് ഞാൻ മാത്രമല്ലെന്നേ ഉള്ളൂ. പിള്ളേർക്കാണ് ഇത് മടുപ്പായി പ്രാർത്ഥന. കാരണം ഈ പിള്ളേർക്ക് നിങ്ങൾ പറയുന്ന മോഡിയും പുട്ടിനൊന്നും അറിയാൻ മേല, താല്പര്യമില്ല. ഇവരുമായിട്ട് ക്രിക്കറ്റ് മാച്ച് കാണാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഞാൻ പറഞ്ഞത്, ബാ പ്രാർത്ഥിക്കാം. ഇതിന് TV ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് കൊണ്ട് തീരുമായിരിക്കും എന്ന് പറഞ്ഞാൽ വരുന്നത്. ഇവർ വന്നിരുന്ന് കഴിഞ്ഞാൽ ഇത് തീരുമോ? ഇത് തീരില്ല. ഇതിങ്ങനെ കാണ്ഡമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് പ്രാർത്ഥന. ഇതിങ്ങനെ പരന്നു പോകുന്നതിന് പകരം ആഴത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ രൂപാന്തരപ്പെടും. അങ്ങോട്ട് പിശാച് നമ്മളെ കൊണ്ടുപോകില്ല. ഈ വചനം എടുത്ത് വെച്ച് മെഡിറ്റേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുതിയ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. സഭ തന്നെ മാറിപ്പോവും. ഞാൻ അടുത്ത പ്രാവശ്യം എങ്ങാനും ഇതിലെ വരുമ്പോൾ ഇതിലെ നടക്കുമ്പോൾ നിങ്ങൾ വേറെ ടൈപ്പ് ആൾക്കാരായിരിക്കും. ഒന്നും ചെയ്യണ്ട, ഈ വചനം വായിച്ച് പ്രാർത്ഥിച്ചു ഗിരിപ്രഭാഷണം തുടങ്ങിക്കോ. കർത്താവ് വന്നില്ല, നമുക്ക് പിന്നെ എപ്പോഴേലും കാണുമ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാം. നമ്മുടെ പ്രെയർ മാറുന്നതോടെ നമ്മൾ മുഴുവൻ മാറും. ഓക്കെ, അപ്പൊ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക എന്ന് പറയുന്നൊരു വലിയ വെളിപ്പാട്. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഞാൻ അവന്റെ കാര്യം നോക്കുമ്പോൾ അവൻ എൻ്റെ കാര്യം നോക്കാതിരിക്കുവോ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ പണ്ടേ മുതലാളിയായിനെ. ഇത്രയും മീറ്റിംഗ്സ്, ഞാൻ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത മീറ്റിംഗ് കഴിഞ്ഞിട്ടും ഞാൻ മുതലാളിയാകാത്തതിൻ്റെ കാരണം എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണ്, താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് അതും വെച്ചുകൊണ്ട് സുവിശേഷം പറയാൻ പറ്റാത്ത ഭാരം ഉള്ളതുകൊണ്ടാണ്. എന്നോടൊരു സഹോദരൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ധനം. ആ ധനം ഒരിക്കലും പോകരുതെന്ന്. അതാണ് എൻ്റെ പവർ. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇല്ലാത്തത്, അല്ലാതെ കിട്ടാത്തതല്ല. ദൈവം തരാതിരിക്കുന്നില്ല, പക്ഷേ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത്. അത് ഒഴുകിക്കൊണ്ടേയിരിക്കണം, എങ്ങും അണകെട്ടി നിർത്താതെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അത് എത്ര വലിയ മഹത്വമായിരിക്കും. നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിൽ ജീവിക്കുന്നവരായിട്ട് മാറും. അടുത്ത വാക്യം, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആൾക്കാർ പറയുന്നത് കണ്ട, അതോടുകൂടി സർവവും. പല ആൾക്കാർ സർവവും എന്നാണ് വായിക്കുന്നത്, പക്ഷെ സർവവും എന്നല്ല, ഇതൊക്കെയാ. എന്തൊക്കെയാ? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന് വിചാരപ്പെടരുത്. ഇതൊക്കെ. അപ്പൊ ഇന്ന് നമുക്ക് തിന്നണമെങ്കിൽ കുറച്ച് കൂടുതൽ വേണം, അതും കൂടെ ഒന്ന് കൂട്ടിക്കും. ഒരു ടേബിൾ വേണം, ഇരുന്ന് കഴിക്കാൻ ഒരു ചെയർ വേണം, ആ ചെയർ ഇടാനൊരു വീട് വേണം, ആ വീട് വെക്കാനൊരു സ്ഥലം വേണം, അല്ലേ? ഇപ്പൊ നീടാ ഫുഡാണെങ്കിലും പണ്ടൊരു ഹിന്ദു കഥയാണ്. പണ്ടൊരാൾ തപസ് ചെയ്ത് അവരുടെ ദേവനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് പറഞ്ഞു, എനിക്ക് കുറേ ലിസ്റ്റം കൊടുത്തു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ സാധാരണ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു കാര്യം മാത്രം സാധിപ്പിച്ച ഒരാളാണ്, ഒരു കാര്യം സാധിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം പുള്ളി പറഞ്ഞു, ഓക്കെ, ഒറ്റ പ്രാർത്ഥനയുള്ളൂ ദൈവമേ. എന്താണ്? ഒരു വലിയ വീട്ടിൽ, ഇഷ്ടംപോലെ സമൃദ്ധിയുള്ളൊരു വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഞങ്ങളുടെ പിള്ളേരും കൊച്ചുമക്കളുമായിട്ട് സന്തോഷമായിട്ടിരുന്ന് ജീവിതകാലം മുഴുവൻ ആഹാരം കഴിച്ച് ആനന്ദത്തോടെ ജീവിക്കാൻ സാധിക്കണം. ഒറ്റ പ്രാർത്ഥന. അതിനകത്ത് എന്തെല്ലാം ഉണ്ട്? സമ്പത്തുണ്ട്, വണ്ടിയുണ്ട്, പിള്ളേരുണ്ട്, ദീർഘായുസുണ്ട്, എല്ലാം ഉണ്ട്. ടെക്നിക്കൽ പ്രയർ. ഓക്കെ. അപ്പോൾ ജാതികൾ ഇതെല്ലാം അന്വേഷിക്കുന്നു. കാരണം അവർക്ക് അപ്പനില്ല. അപ്പനുണ്ടെങ്കിൽ അപ്പനെ തിരിച്ചറിയുന്നില്ല. അവരധ്വാനിക്ക്, അവർ ജീവിച്ച് അത് നാളത്തെ കരുതി വയ്ക്കുന്നു. കാരണം അവർ സമ്പാദിക്കുന്ന നാളെ ഇവരുടെ ആരോഗ്യം പോയാൽ എന്നാ ചെയ്യുന്നേ? നിങ്ങൾ പറ. ഇന്ന് ഞാൻ അധ്വാനിച്ച് നാളെ എനിക്ക് ആരോഗ്യമില്ലെങ്കിൽ എങ്ങനെ അധ്വാനിക്കും? എങ്ങനെ ജീവിക്കും? കർത്താവുണ്ട്. ഏത് കർത്താവ്? എവിടെ കർത്താവ്? അവർക്കതൊന്നും അറിയാൻ മേല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവർ കരുതി വെച്ചേ പറ്റൂ. നമുക്ക് എന്ത് വേണ്ട?
കരുതി വെക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ആകുലപ്പെടണ്ട. കാരണം ദൈവം നിങ്ങൾക്കുള്ളത് തന്നോളും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് ദൈവരാജ്യം വരണം. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നാളെയെ കുറിച്ച് വിചാരപ്പെടരുത്. നാളത്തെ ദിവസം ആ വിചാരം എന്തായാലും വരും. അപ്പോൾ നമ്മുടെ ഈ ഇമോഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ബേർഡൻ എടുക്കാനുള്ള കപ്പാസിറ്റി നമുക്കുള്ളൂ. 10 ദിവസം ബേർഡൻ ശരിക്കൊന്ന് ചിന്തിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭ്രാന്തന്മാരായിട്ട് മാറും. പക്ഷെ നമ്മൾ അധികം ചിന്തിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇന്നത്തെ ബേർഡന് പകരം നാളത്തെ ബേർഡൻ എടുത്ത് നോക്കി. ചില ആൾക്കാർ ഇങ്ങനെ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കും, നാളെ വണ്ടി ഓടിക്കുമ്പോൾ തട്ടിയാൽ എത്ര രൂപ പോകും, ഈ ജോലി എങ്ങാനും പോയാൽ നാളെ കഴിഞ്ഞ് ഞാൻ എങ്ങനെ ജീവിക്കും. പണ്ടൊരാൾ പറഞ്ഞ പോലെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 15 തലമുറയ്ക്കുള്ള ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, 16ാമത്തെ തലമുറ എന്ത് ചെയ്യും? ആകുലചിന്ത. ഈ ആകുലചിന്ത ഉള്ളവർക്ക് എല്ലായിടത്തും ആകുലതയാണ്. അയാൾ എന്നെ ഇന്ന് പാസ്റ്റർ നോക്കിയിട്ട് എന്നെ ചിരിക്കാതെ പോയി. എൻ്റെ എന്തോ കുഴപ്പം പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട്, എന്തോ പിണക്കം ഉണ്ടായിരിക്കും. പാവം പാസ്റ്റർ വേറെ എന്തോ ആലോചിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പോയത്, അത് പുള്ളിക്ക് അറിയാൻ മേല. ഇപ്പൊ ആകുലചിന്ത ഉള്ളവർക്ക് സകലതും ആകുലചിന്തയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആകുലപ്പെടരുത്. ഓരോ ദിവസവും അതിന് വേണ്ട ആകുലചിന്ത സഹിതം ഒരു പാക്കേജ് ആയിട്ടാണ് വരുന്നത്. ആകുലചിന്തയല്ല, ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ആവശ്യങ്ങളും എല്ലാമായിട്ടാണ് ഓരോ ദിവസവും വരുന്നത്. ഓരോ ദിവസവും നിങ്ങൾ പിതാവിനെ ട്രസ്റ്റ് ചെയ്താൽ മതി എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പൊ ഇത് എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളെ എല്ലാവരെയും എന്താ പറയുന്നത്, ഒരു പ്രത്യേക രീതിയിലാക്കാൻ വേണ്ടിയല്ല. നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ, ദൈവത്തിന്റെ രാജ്യത്വത്തിന്റെ കീഴിലേക്ക് വരാൻ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ആവശ്യമാണ്. അല്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം വിടുതലെടുക്കുന്നു കർത്താവ്, വിടുതലെടുക്കുന്നു, യേശുവിന്റെ നാമത്തിൽ വിടുതലെടുക്കുന്നു. ഇത് അതിഭാഷണമാണ്, പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞു വിടുതലെടുത്താ, ഞാൻ ക്രൂശിൽ നിനക്ക് ഓൾറെഡി വിടുതലെടുത്തു. അതൊന്നും ഞാൻ കേൾക്കുന്നില്ല. വിടുതലെടുക്കുന്നു കർത്താവ് ഇന്ന് രാത്രികാലം. ഇന്ന് രാത്രി അല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് വിടുതൽ കിട്ടിയത് നമ്മൾ വിശ്വസിച്ചാൽ മതി. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ എല്ലാ വിടുതലും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി പാരമ്പര്യ ശാപവും ഇല്ല, ഒന്നുമില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ. എന്താ പറയുന്നത്? അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പൊളിച്ചുവെന്ന് അന്നാളിൽ ഇനി ആരും പറയുകയില്ല. കാരണം ഞാനൊരു പുതിയ നിയമം ചെയ്യാൻ പോവുകയാണ്. പുതിയ നിയമം ചെയ്തു കഴിഞ്ഞാൽ ആരും പറയരുത് അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ നാവ് പൊളിച്ചു എന്ന് പറയരുത്. കാരണം മുന്തിരിങ്ങ തിന്നുന്നവന്റെ പല്ലേ പുളിക്കുകയുള്ളൂ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ പുതിയ നിയമത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഓക്കെ, യിരെമ്യാവിന്റെ 31 28 എന്നോട് നോക്കട്ടെ. യെസ്, യഹോവയുടെ അരുളപ്പാട്, അന്ന് ഞാൻ പറിപ്പാനും പൊടിപ്പാനും ഇടിപ്പാനും നശിപ്പിപ്പാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ ജാഗരിച്ചിരുന്നത് പോലെ പണിയുവാനും നടുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് ഇനി അന്നാളിൽ അവർ പറയുകയില്ല. ഓരോരുത്തരും താന്താന്റെ അകൃത്യ നിമിത്തം അത്രേ മരിക്കുന്നത്. പച്ചമുന്തിരിങ്ങ തിന്നുന്നവന്റെ പല്ലേ പൊളിക്കുകയുള്ളൂ. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന ആ കാലം വരും. അപ്പൊ കർത്താവ് പറയുകയാണ്, അങ്ങനെ ഇനി ആരും പറയരുത്. അപ്പൊ ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിയോളും. നമ്മൾ അപ്പനെന്നുള്ള രീതിയിൽ കർത്താവിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ കർത്താവ് ഏൽപ്പിച്ച പണി ചെയ്യുക. എന്താണ് ആ പണി? എന്താണ് ആ പണി? ദൈവരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുക. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. നമുക്ക് ഒരു കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്തൃപ്രാർത്ഥന. കർത്തൃപ്രാർത്ഥനയുടെ അർത്ഥത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഓക്കെ, നമ്മൾ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കുവിൻ. അപ്പൊ ചില മിടുക്കന്മാർ പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞു പോയി, ദൈവരാജ്യം ഒന്നും ഇങ്ങനെയല്ല. നിങ്ങൾ ദയവായിട്ട് അധികം വ്യാഖ്യാനിക്കാൻ പോകരുത്. ബൈബിൾ എന്തിനാ അവിടെ നിന്ന് ഇവിടെ നിന്ന് വ്യാഖ്യാനിക്കുന്നത്? ഇതങ്ങ് വായിച്ചാൽ പോരെ. എന്തിനാ വ്യാഖ്യാനിക്കുന്നത്? ഞാനൊന്നും, ഒരു വാക്യം ഞാൻ പറയുമ്പം ആ വാക്യത്തിന്റെ ചുറ്റുമുള്ള വാക്യങ്ങളിൽ നിന്നാണ് വ്യാഖ്യാനിക്കുന്നത്. അല്ലാതെ വേറൊരിടത്തുനിന്ന് ഫിറ്റ് ചെയ്യാൻ പാടില്ല. അതേ വാക്യത്തിലൂടെ ഈ ഓദർ, ഈ എഴുത്തുകാരൻ നമ്മളോട് എന്താ പറയുന്നത്? ഈ വണ്ണം പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ, ഇത് പ്രാർത്ഥിക്കാനല്ല. ലൈക്ക് ദിസ് യു പ്രേ ലൈക്ക് ദിസ്. അതായത് ഇത് കാണാതെ പഠിച്ച് പറയാനല്ല, ഇതേ പാറ്റേണിൽ പ്രാർത്ഥിക്കാനാണ്. ഹിസ് ഗിവിംഗ് ആസ് എ മോഡൽ, എ സ്കെലിറ്റൺ. ചില ആൾക്കാർ പറയുന്ന ആ പ്രാർത്ഥനയൊക്കെ പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത പ്രാർത്ഥനയാണ്. നോ നോ നോ, യേശു കർത്താവ് പറഞ്ഞ ഓരോ കാര്യങ്ങളും, ഈ ഗിരിപ്രഭാഷണം ഇസ്രായേൽ മക്കൾക്കുള്ളതാണോ? നിങ്ങൾ പറയാണോ? അങ്ങനെയാണ് നമ്മളെന്തിനാ ക്ലാസ് എടുത്ത്? കുറെ യഹൂദന്മാരെ പിടിച്ചു നിർത്തി ക്ലാസ് എടുത്താൽ പോരായിരുന്നോ?
ദിസ് ഈസ് എവ്രിതിങ് ദാറ്റ് ദ ലോർഡ് സെഡ്. അത് കർത്താവ് അവസാനം പറയുന്നുണ്ട്. ഈ ഗ്രേറ്റ് കമാൻഡ്മെന്റിന്റെ കാര്യം അവസാനം വരുന്നൊരു ഫൈനൽ കമാൻഡ്മെന്റ് ഉണ്ടല്ലോ. എന്താ അത്? മത്തായിയുടെ സുവിശേഷം 28:20, 19-20. പിതാവിന്റെയും ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അടുത്തെന്താ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ആരോട് പറയണം? സകല ജാതികളും അനുസരിക്കേണ്ടതിന്. പൗലോസ് പറയാണ് സകല ജാതികളിലും വിശ്വാസത്തിന് അനുസരണം വരേണ്ടതിന്. കർത്താവ് പറയാണ് നിങ്ങൾ ശിഷ്യന്മാരെ ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ. അതിനകത്ത് ഒരു പാസേജ് വിടാൻ പറ്റില്ല, ഒരു പാരഗ്രാഫ് ഉപേക്ഷിക്കാൻ പറ്റില്ല. ആരൊക്കെ ശിഷ്യന്മാരാകുന്നുണ്ടോ അവരെല്ലാം കർത്താവ് പറഞ്ഞ ഈ അത്യുന്നതമായ നീതി അനുസരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അതിലൊരു വാക്യം പോലും എടുത്ത് മാറ്റാൻ നമുക്ക് അധികാരമില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളൂ. ഇപ്പൊ യഹൂദന്മാർക്ക് മാത്രമാണോ? സകല ജാതികൾക്കും വിശ്വാസത്തിൽ വരുന്ന എല്ലാവർക്കും ഉള്ളതാണ് എന്ത്? ഈ കൽപ്പനകൾ. ഓക്കെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഓക്കെ. അപ്പോൾ കർത്താവിന്റെ കൽപ്പനകൾ അതെന്താണ്? ആ പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് നമുക്ക് നോക്കാം. നമ്മുടെ മുമ്പിൽ സമയം വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുകയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ ഒരു പ്രാർത്ഥനയിൽ ഒരു അസംബ്ലി ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല പ്രാർത്ഥന. ഇറ്റ്സ് എ കോർപ്പറേറ്റ് പ്രെയർ. അപ്പോൾ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കാൻ എന്താണ്? സ്വർഗത്തിലെ പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പിതാവിൻ്റെ പ്രത്യേകതകൾ എന്താ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ നീഡ്സ് എല്ലാം അറിയുന്ന ആളാണ് പിതാവ്. അപ്പോൾ എൻ്റെ അപ്പനോട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറയുമ്പോൾ അപ്പൻ എൻ്റെ പല നീഡ്സും അറിയത്തില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയും ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, എനിക്ക് ഇന്ന നീഡുണ്ട്, എന്നെ സഹായിക്കണം, അങ്ങനെയൊക്കെ അപ്പനോട് പറയാം. പക്ഷേ ഈ അപ്പൻ്റെ അടുത്തേലും ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നവരെ അപ്പൻ അറിയാം. അപ്പം ഞാൻ അവിടെ കിടന്ന് ഒത്തിരി പ്രാവശ്യം പറയേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുന്ന ആരോടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലെ ചിന്തകളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ നീഡ്സും എല്ലാം അറിയുന്ന ഒരു അപ്പൻ്റെ അടുത്ത് പോയി എന്നിട്ട് പറയാണ്, സ്വർഗത്തിലിരിക്കുന്ന ഞങ്ങളുടെ പിതാവേ, ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും എന്ത് ചെയ്താലും നിന്റെ നാമം മാത്രം മഹത്വപ്പെടണം. ഇതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. 1600-കളിലെ നവീകരണ പ്രസ്ഥാനം നടക്കുമ്പം 1517 മാർട്ടിൻ ലൂതർ നവീകരണ പ്രസ്ഥാനം തുടങ്ങി. അന്ന് വിറ്റൻബർഗ് ചർച്ചിന്റെ ഭിത്തിയിൽ 95 തിസിസ് എന്ന് പറഞ്ഞ് കാത്തലിക് ചർച്ചിലെ അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ഒരു സാധനം ഒട്ടിച്ചു വെച്ചു. അത് 1517, 500 വർഷം കഴിഞ്ഞു 2017 റീഫോർമേഷന്റെ 500-ാം വാർഷികം. കത്തോലിക്ക സഭയുടെ ദുരുപദേശങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. അന്ന് ഈ റീഫോർമേഷനിലൂടെ വന്ന വിശുദ്ധന്മാർ പറഞ്ഞ ഒരു പ്രമാണമുണ്ട്. എന്താണെന്നറിയാമോ? ഓൾവേസ് 5 പ്രിൻസിപ്പിൾസ് ഓഫ് റിഫോർമേഷൻ, 5 പില്ലേഴ്സ് ഓഫ് റിഫോർമേഷൻ. എന്താണെന്നറിയാമോ? 1, സ്ക്രിപ്ചർ എലോൺ, ബൈബിൾ മാത്രം. സോളാ സ്ക്രിപ്ചറ എന്ന് പറയും. സ്ക്രിപ്ചർ എലോൺ, ബൈബിൾ മാത്രം. ബൈബിൾ അല്ലാതെ വേറൊരു ആധികാരിക ഗ്രന്ഥം നമുക്കില്ലെന്ന് മാത്രമല്ല, ബൈബിൾ പൂർണ്ണമാണ്. ബൈബിളിന്റെ വെളിയിലുള്ള ഒരു വെളിപ്പാടും നമുക്ക് ആവശ്യമില്ല. എന്ത് പ്രൈവറ്റ് വെളിപ്പാട് നമ്മൾ കണ്ടാലും അത് ഈ ബൈബിളുമായിട്ട് എഗ്രി ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് വാലിഡ് അല്ല. സോ സ്ക്രിപ്ചർ എലോൺ. സ്ക്രിപ്ചർ പ്ലസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ്, നോ. സ്ക്രിപ്ചർ പ്ലസ് പിതാക്കന്മാരുടെ പാരമ്പര്യം, നോ. സ്ക്രിപ്ചർ പ്ലസ് ഇന്നലെ രാത്രി കർത്താവിനോട് പറഞ്ഞ കാര്യങ്ങൾ, നോ. സ്ക്രിപ്ചർ എലോൺ. അതാണ് റിഫോർമേഷന്റെ ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ എന്ത് ആശയം പറയണമെങ്കിൽ എവിടെ നിന്ന് പറയണം? ബൈബിളിൽ നിന്ന് പറയണം. ഇഫ് ദ ബൈബിൾ ഈസ് സൈലന്റ്, വി ഓൾസോ നീഡ് ടു ബി സൈലന്റ്. ബൈബിൾ ഒരു കാര്യത്തിൽ നിശബ്ദമാണെങ്കിൽ നമ്മൾ നിശബ്ദരായിരിക്കണം. അതായത് തർക്കമുള്ള വിഷയങ്ങളിൽ. ഓക്കെ. ഇനി ദാറ്റ് സ്ക്രിപ്ചർ എലോൺ. അടുത്തെന്താണ്? ഗ്രേസ് എലോൺ. ഗ്രേസ് എലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? എല്ലാം ദൈവത്തിന്റെ കൃപയാണ്, നമ്മുടെ മെറിറ്റ് ദൈവം നോക്കുന്നതേ ഇല്ല എന്നുള്ളതാണ്. നെവർ അവർ മെറിറ്റ്, ഓൾവേസ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. എൻ്റെ വിഷയം അതല്ല. അടുത്തത് ഫെയ്ത്ത് എലോൺ എന്നാണ്. സോളാ ഫൈഡേ, മറ്റേ സോളാ ഗ്രാഷ്യ, സോളാ സ്ക്രിപ്ചറ, സോളാ ഗ്രാഷ്യ, സോളാ ഫൈഡേ. സോളാ ഫൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം മാത്രം, പ്രവൃത്തിയാലല്ല. കാരണം നമ്മൾ കണ്ടല്ലോ എങ്ങനെ നീതി നിറവേറുന്നത്. എങ്ങനെയാ? ഓർമ്മ കണ്ടോ? ആരോ എറിയുന്നത്. അപ്പൊ എങ്ങനെയാ പ്രവൃത്തി കൗണ്ട് ചെയ്ത് നമ്മൾ ഈ വലിയ നീതിയെ നോക്കുന്നെങ്കിൽ എല്ലാവരും ഔട്ടായി.
ഈ ക്രിസ്തുവിന്റെ നീതി ആയതുകൊണ്ട് അത് വിശ്വാസത്താൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. പ്രവൃത്തിയാൽ നോക്കിയാൽ നമ്മൾ എപ്പോഴും താഴെയുള്ളൊരു നീതിയിൽ സെറ്റിൽ ആവേണ്ടി വരും. ചേസിന്റെ നീതി. ചേസ് പാസ്റ്റ് ജീവിക്കുന്നവർ ജീവിക്കണം ബ്രദറെ. നിങ്ങൾ സ്വർഗത്തിൽ പോയിട്ട് നരകത്തിൽ പോലും നിങ്ങളെ പിശാച് കയറ്റത്തില്ല. പോയി വീണോളും, അത് വേറെ കാര്യം. പക്ഷെ ക്രിസ്തുവിന്റെ നീതി അല്ലാതെ ഒരു മനുഷ്യന്റെ നീതിയെ നമ്മൾ നോക്കിയാൽ, ആ ആരോയുടെ എക്സാമ്പിൾ ഒന്നും കൂടെ ചിന്തിച്ചു നോക്കിയേ. നമ്മൾ അന്ന് കണ്ട ആരോ അന്ന് ഇവിടെ ഇല്ല, അന്ന് മാത്യു അല്ലായിരുന്നു, വേറെ ഏതോ ആയിരുന്നു. മാത്യുവിലോ ഓ ഇല്ല, 6 ഒരു കുഞ്ഞു ഓ ഉണ്ട്, 6 അത് മതി. റോമൻസ് ആയിരുന്നു തന്നിട്ടിരുന്നേ അല്ലേ? വെരി ഗുഡ്. ആ റോമൻസിന്റെ ഓ, അതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പൊ നിങ്ങൾ എന്നെ നോക്കിയിരിക്കുകയാണേ. അപ്പൊ എന്നെ പോലെ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എറിഞ്ഞ എൻ്റെ ഒരു ആകത്തുക അവസാനം ആവറേജ്, നിങ്ങൾ കോറിലേഷൻ റിഗ്രഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ? സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടില്ല പിള്ളേരെ? ഓക്കെ, അതെന്തായാലും ആയിക്കോട്ടെ. അപ്പൊ അതിന്റെ എല്ലാത്തിൻ്റെ അങ്ങോട്ട് ഒരു മീൻ പോയിന്റ്, ഞാൻ എറിഞ്ഞു കൊള്ളിച്ചതിൻ്റെ ഒരു മീൻ പോയിന്റ് ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അത് ഇവിടെ. അപ്പൊ നിങ്ങളെല്ലാം എന്നെ പോലെ ആവുകയാണ്. നിങ്ങൾ എവിടെ ആയിരിക്കും ഉന്നം പിടിക്കുന്നത്? എവിടെ ആയിരിക്കും ഉന്നം പിടിക്കുന്നത്? ഇവിടെ. നിങ്ങൾ എവിടെ ആയിരിക്കും എത്തുന്നത്? അവിടെ. അപ്പൊ അകന്നകന്നകന്ന് പോവുക. ഈ മനുഷ്യ മാതൃകകളെ പിന്തുടരുന്നു. മനുഷ്യന്റെ നീതി വരുമ്പോൾ നമ്മൾ എവിടെ നകന്നകന്ന് പോയി. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ അങ്ങനെയായിരുന്നു, അവർ ഇവിടെ കൊള്ളിച്ചായിരുന്നു, ഞങ്ങൾ അവരെ നോക്കി എറിഞ്ഞാ താണു. ഇപ്പൊ കുറെ പേര് ഞങ്ങളെ നോക്കി എറിയുന്നുണ്ട്, അവരെവിടെ ചെന്ന് അവസാനിക്കുന്നു അറിയാൻ മേല. അതുകൊണ്ട് വിശ്വാസത്താലുള്ള നീതി എന്ന് പറയുമ്പോൾ അത് ചേസിന്റെ നീതിയല്ല. പ്രവൃത്തിയാലുള്ള നീതി എന്ന് പറയുമ്പോൾ എൻ്റെ നീതിയാണ്, നരകത്തിൽ പോയി എല്ലാവർക്കും കൂടെ കിടക്കാം. വിശ്വാസത്താലുള്ള നീതി എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിന്റെ നീതിയാണ്. അതിലൊരു കോംപ്രമൈസ് ഇല്ല. ആ നീതി അല്ലാതെ ഏത് തലമുറയായാലും ആ നീതി അല്ലാതെ വേറൊരു വഴി. ഇപ്പം പിതാക്കന്മാരെ അനുഗമിച്ച് എല്ലാവരും അവർ രക്ഷപ്പെട്ടു കർത്താവിനെ നോക്കി. നമ്മൾ പിതാക്കന്മാരെ നോക്കി നമ്മൾ വേറൊരു വഴിക്ക് പോയി. കാരണം ക്രിസ്തുവിന്റെ നീതി നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിനെ പോലെ ആക്കാനുള്ള ശക്തി കൂടെ കർത്താവിനുണ്ട്. എന്നാൽ പിതാക്കന്മാരെ നോക്കുമ്പോൾ നമ്മൾ പിതാക്കന്മാരെ പോലെ ആക്കാനുള്ള ശക്തി പിതാക്കന്മാർക്കില്ല, അവർ പോയി. അതാണ് വ്യർത്ഥമായ പിതൃ പാരമ്പര്യം, ജീനിയോളജീസ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും കർത്താവിന്റെ പിന്നാലെ പോകാൻ പറ്റില്ല. ഓരോ സമയത്തും ക്രിസ്തു എന്ന ലക്ഷ്യത്തിലേക്ക് നോക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ആ നീതിയുടെ വിശ്വാസത്തിൽ അതിന് അവകാശികളുള്ളൂ. ഫെയ്ത്ത് എലോൺ എന്ന് പറയുന്നത് ബിക്കോസ് ക്രൈസ്റ്റ് എലോൺ. അടുത്തതാണ് 4-മത്തേത്. സ്ക്രിപ്ചർ എലോൺ, ഗ്രേസ് എലോൺ, ഫെയ്ത്ത് എലോൺ, ബിക്കോസ് ക്രൈസ്റ്റ് എലോൺ. അതിന് താഴെയുള്ള ഒരു നീതിയും ഒരു ടാർഗറ്റും ദൈവം അംഗീകരിക്കത്തില്ല. മനുഷ്യന്റെ ഒരു നീതി അംഗീകരിക്കില്ല. അതെല്ലാം കറപുരണ്ട തുണി പോലെ. വിശ്വാസത്താൽ ആരെല്ലാം പിച്ചള സർപ്പത്തെ മോശം ഉയർത്തിയതുപോലെ ആരെല്ലാം ക്രിസ്തുവിന്റെ നീതിയെ കൊതിയോടെ ദാഹത്തോടെ നോക്കുന്നോ അവരെല്ലാം ദൈവം നീതീകരിക്കുകയും ബാക്കി എല്ലാ നീതിമാന്മാരെയും എടുത്ത് നരകത്തിലോട്ട് എറിയുകയും ചെയ്യും. എത്ര പേർക്ക് മനസ്സിലായത്? ഇത് മറന്നു പോകരുത്. കാരണം ഈ ഒരു റെവലേഷൻ മറന്നുപോയാൽ നമുക്ക് ബൈബിൾ ഒന്നും പിടികിട്ടാതായി പോകും. ബിക്കോസ് ദിസ് ഇസ് എസെൻഷ്യൽ, ബേസിക്, ഓൺലി ദ ഗ്രേസ് ഓഫ് ഗോഡ്. കൃപ മാത്രം. അടുത്ത ക്രൈസ്റ്റ് അലോൺ, ക്രിസ്തു മാത്രം. വേറെ Christ is my righteousness, He is my sanctification, He is my redemption, He is my everything. Christ alone. അവസാനത്തെ പറയാൻ വേണ്ടി ഞാൻ ഈ 4 പറഞ്ഞത്. God's glory alone, soli Deo gloria. ദൈവമേ നിനക്ക് മാത്രം മഹത്വം. സ്വർഗത്തിലോട്ട് ചെല്ലുമ്പം ഞാൻ കർത്താവിനോട് പറയാം, എൻ്റെ കർത്താവ് ഇപ്പൊ വേണേലും നിനക്ക് എന്നെ നരകത്തിലിടാനുള്ള യോഗ്യത എനിക്കുള്ളൂ. പക്ഷെ നിന്റെ മഹത്വം, കൃപ. ശരിക്കും ഈ പുതിയ നിയമത്തിന്റെ ആരാധന എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഒരു ആരാധനാഗീതം നമുക്കൊന്ന് പാടി നോക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം, അവിടെ 9-ാം വാക്യം മുതൽ. കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. ദൂതന്മാരാണ്. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഒരു പുതിയ പാട്ടാണ്. പണ്ട് ഇവരെന്താ പാടിക്കൊണ്ടിരുന്നേ? കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അത് മാത്രം അവർ പാടിക്കൊണ്ടിരുന്നു. ഇപ്പൊ എന്താ പാടുന്നേ? ദൈവത്തിന്റെ വേറൊരു ഫേസ് അവർ കണ്ടു. ദൂതന്മാർ വീണു പോയിട്ടും അവരെ രക്ഷിക്കാൻ ചെല്ലാതിരുന്ന കർത്താവ് മനുഷ്യർ വീണുപോയപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി അവൻ
മനുഷ്യ രൂപത്തിൽ ഈ മരുഭൂമിയിലൂടെ നടന്നു നമ്മളെ അന്വേഷിച്ച്. അത് കണ്ടിട്ട് ദൂതന്മാർ അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ നിസാരന്മാരും ശത്രുക്കളുമായ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി എന്തിനാണ് തേജസ്സിന്റെ പുത്രൻ ഇങ്ങനെ നടക്കുന്നത് എന്ന് ദൂതന്മാർ ചിന്തിച്ചു. അവസാനം മനസ്സിലായത്, അവനെ പോലെയുള്ള അനേകരെ, അവന്റെ തേജസ് പ്രാപിച്ച അനേകരെ ഈ കർത്താവ് രക്ഷയുടെ മഹത്വത്തിലേക്ക് നടത്തുമ്പോൾ ദൂതന്മാർ പറയും, എന്തു പറയും? കുഞ്ഞാട് ഭയങ്കര പണിയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുത്തനെ അവനെ ക്രിസ്തുവിനെ പോലെ ആക്കി മാറ്റിയ കുഞ്ഞാട് എത്ര വലിയവൻ എന്ന് അവർ കുഞ്ഞാടിനെ മഹത്വപ്പെടുത്തും. അപ്പോൾ നമ്മുടെ രക്ഷയുടെ മഹത്വം ആർക്കും മാത്രമുള്ളതാണ്. സോളി ഡിയോ ഗ്ലോറി. അത് വിട്ടുപോയില്ല. അത് വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ഈ പ്രസംഗിക്കുന്നതിൻ്റെയും നിങ്ങൾ കേൾക്കുന്നതിൻ്റെയും വചനം ലഭിച്ചതിൻ്റെയും നമ്മൾ രക്ഷിക്കുന്നതിൻ്റെയും വിശദീകരണത്തിൻ്റെയും എല്ലാത്തിൻ്റെയും മഹത്വം ക്രിസ്തുവിനല്ലാതെ ആർക്കുമില്ല. പാപികളായി നമ്മൾ ഉപയോഗിക്കാൻ അവന് തോന്നിയ കരുണയാണ് നമ്മെ ശരിക്കും രക്ഷയുടെ ആ മഹത്വത്തിലേക്ക് നടത്തുന്നത്. അപ്പം ദൈവത്തിന്റെ മഹത്വം അന്വേഷിക്കുന്ന, അതാണ് ആ പ്രാർത്ഥന, കർത്തൃപ്രാർത്ഥന അതാണ്. നിന്റെ നാമം മഹത്വീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ രാജ്യം വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? എൻ്റെ രാജ്യം പോണം. കാരണം രണ്ട് രാജാക്കന്മാർക്ക് ഒന്നിച്ച് പറ്റത്തില്ല. ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം തീരുമാനിക്കും, അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ കാര്യം തീരുമാനിക്കും. When my kingdom collapses, God reigns. അവൻ ഭരിക്കുന്നു. അവന്റെ സോവറിറ്റിയുടെ കീഴിലേക്ക് നമ്മൾ വരുന്നു. അടുത്ത വാക്യം എന്നറിയോ? നിന്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അപ്പൊ നിന്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ സാധാരണ വിചാരിക്കുന്നത് എന്നാന്നറിയോ? നമ്മുടെ ഇഷ്ടം ഒന്ന് നടപ്പാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന, കർത്താവേ എനിക്ക് ഇങ്ങനൊരു ഇഷ്ടമുണ്ട്, സാധിപ്പിച്ചു തരണേ, സാധിപ്പിച്ചു തരണേ, സാധിപ്പിച്ചു തരണേ. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഇഷ്ടം നടത്താൻ വേണ്ടിയല്ല പ്രാർത്ഥന. പിന്നെ ആരുടെ ഇഷ്ടം നടക്കാൻ വേണ്ടിയാ? ദൈവത്തിന്റെ ഇഷ്ടം എത്ര സ്പീഡിൽ സ്വർഗത്തിൽ നടക്കുവോ അതേ സ്പീഡിൽ ഇവിടെ നടക്കാൻ വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. ചിന്തിച്ചു നോക്കിയേ. ദൈവം ദൂതന്മാരോടൊരു കാര്യം കൽപ്പിച്ചാൽ എത്ര സ്പീഡിൽ അവർ അനുസരിക്കുമോ അതേ സ്പീഡിൽ ഈ ദൈവരാജ്യത്തിലുള്ള ഞാനും അനുസരിക്കാൻ വേണ്ടിയാണ് ഈ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നതിന്റെ ഉദ്ദേശം എൻ്റെ ഇഷ്ടം നടക്കാൻ വേണ്ടിയല്ല, ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ശരിക്കും നമ്മൾ പ്രാർത്ഥിച്ച് എങ്ങോട്ടാ പോകുന്നേ? യേശുക്രിസ്തുവിന്റെ ഹിതത്തിലേക്കാണ് പോകുന്നത്. പതുക്കെ നമ്മൾ കണ്ടെത്തുകയാണ് കർത്താവിന്റെ ഹിതം ഇതാണ്, കർത്താവ് ഇതാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ ഈ പ്രാർത്ഥിച്ച് കണ്ടെത്തുവോ? വാട്ട്സ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ മൈ ലൈഫ്? ആ ദൈവത്തിന്റെ വില്ല് പോലെ മനോഹരമായിട്ടുള്ള ഒന്നുമില്ല. ദാറ്റ് മീൻസ് ഇഫ് വി ആർ ഇൻ ദ വിൽ ഓഫ് ഗോഡ്, ദാറ്റ്സ് ദ സേഫസ്റ്റ് പ്ലേസ് ഫോർ us. When we are in the will of God, that's the safest place for us. നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തിനകത്ത്. അത് ഏത് കൊടുങ്കാട്ടിലായാലും ഏത് മരുഭൂമിയിലായാലും, ഇഫ് യു ആർ ഇൻ ദ വിൽ ഓഫ് ഗോഡ്, ദാറ്റ്സ് ദ സേഫസ്റ്റ് പ്ലേസ് ഫോർ യു. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ ഹിതം നടക്കാതിരിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ഹിതം നടന്നാൽ ഞാൻ അംബാനിയെ പോലെ ആവും, എനിക്കത് വേണ്ട. ദൈവത്തിന്റെ ഹിതം നടന്നാലേ ഞാൻ കർത്താവിനെ പോലെ ആവുള്ളൂ. റോമാലേഖനം 8:26 എന്താ പറയുന്നറിയോ? പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ല, അല്ലെ? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക്, ശ്രദ്ധിക്കുന്നുണ്ടോ? ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. എന്താ ബലഹീനത? വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും കർത്താവ് ഉത്തരം തരുമായിരുന്നെങ്കിൽ ഞാൻ ആരെ പോലെ ആയനെ? ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് എൻ്റെ തടിയൊക്കെ ഒന്ന് കുറച്ച് സ്ലിമാക്കി മാറ്റണമേ, സുന്ദരനാക്കി മാറ്റണമേ, കാശുള്ളവനാക്കി മാറ്റണമേ, ആരോഗ്യമുള്ളവനാക്കി മാറ്റണമേ, എൻ്റെ പ്രായം കൂടി വരുന്നു, പ്രായം ഒന്ന് കുറച്ച് തരണമേ. എല്ലാം കർത്താവ് കേൾക്കുമായിരുന്നെങ്കിൽ ഞാൻ എന്തായിരുന്നേനെ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനും സുന്ദരനും മിടുക്കനും കഴിവുള്ളവനും ബുദ്ധിയുള്ളവനും എല്ലാം ഞാനായിരുന്നേനെ. പക്ഷെ കർത്താവ് എല്ലാ പ്രാർത്ഥനയും കേൾക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ച് പോയാൽ ആ ലെവലിൽ പോയേനെ. അതിനർത്ഥം ഈ ലോകത്തിൽ ഒരു പ്രഭു ആകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേട്ടാൽ നമ്മൾ 666 ആയില്ലെങ്കിലും ഒരു 66 ആയേനെ. കാരണം നമ്മുടെ പ്രെയർ എല്ലാം ആ ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലല്ലോ, കാരണം നമ്മൾ ബലഹീനരാണ്. ക്രിസ്തുവിനെ, ഈ അംബാനിയെ പോലെ ആകാൻ എന്താ വേണ്ടേ? നമുക്കറിയാം. എന്താ വേണ്ടേ? കാശ്, പിന്നെ ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ഈ 2 സാധനം കിട്ടി അംബാനിയെ പോലെ ആകാൻ പറ്റത്തില്ലേ? പറ്റും. ക്രിസ്തുവിനെ പോലെ ആകാൻ എന്താ വേണ്ടത്? അത് നമുക്കറിയത്തില്ല.
എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിനെ പോലായി മാറാൻ എന്താ വേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക, എൻ്റെ കർത്താവെ നിന്നെ പോലെ ആകാൻ. അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ റോമാലേഖനം 8:26-27. അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ആത്മാവ് എന്ത് ചെയ്യുന്നു? ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഉച്ചരിക്കാൻ പറ്റാത്ത പ്രാർത്ഥന ആത്മാവ് ദൈവത്തോട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് ഈ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുഴപ്പമുള്ളത്, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൂടാതെ ആത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന കൂടെ സ്വർഗത്തോട്ട് ചെല്ലുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എനിക്കൊരു വീട് തരണമേ, വീട് തരണമേ, വീട് തരണമേ. അപ്പോൾ പരിശുദ്ധാത്മ അപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കും. അപ്പുറത്തിരുന്നല്ല, എൻ്റെ ഉള്ളിലിരുന്ന് ഞരങ്ങിക്കൊണ്ട് പറയും, കർത്താവെ നമ്മൾ അവനെ ഇന്ത്യയുടെ പല ഭാഗത്ത്, ലോകത്തിൻ്റെ പല ഭാഗത്ത് മിഷണറി ആയിട്ട് വിടാൻ വേണ്ടി തിരഞ്ഞെടുത്ത അവനിപ്പോൾ എറണാകുളത്ത് സെറ്റിൽ ചെയ്യാനുള്ള പരിപാടിയാണ്, കൊടുക്കരുത് എന്ന് ആത്മാവ് പറഞ്ഞാൽ ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും കിട്ടത്തില്ല. കാരണം എന്താണ്? ദൈവത്തിനറിയാം, ദൈവത്തിൻ്റെ ആത്മാവിനും അറിയാം എൻ്റെ ഹൃദയങ്ങളെ ശോധന ചെയ്യുമ്പം ഞാനിനി എന്തുമാത്രം നന്നാവാനുണ്ട്, ക്രിസ്തുവിനെ പോലാകാൻ എനിക്ക് എന്തെല്ലാം വേണം, എന്തെല്ലാം വേണ്ട. അതനുസരിച്ചാണ് ആത്മാവ് നമ്മൾ അറിയാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന മുഴുവൻ ആത്മാവിൻ്റെ മധ്യസ്ഥ അനുസരിച്ചാണ്, നമ്മുടെ ചോയ്സ് അനുസരിച്ചല്ല. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ആലോചിക്കും, ഇന്നലെ വരെ എൻ്റെ കൂടെ നടന്ന ആൾക്കാർ ഇന്ന് പെട്ടെന്ന് ശത്രുവായിരിക്കുന്നു. അപ്പം ഞാൻ ആലോചിക്കും, ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണെന്നറിയോ? ഇവൻ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞ് ഭയങ്കര ഡയലോഗാണ്. ഇവന് യഥാർത്ഥ സ്നേഹം ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ അവന് മനസ്സിലാവും അതൊന്നും ഇല്ലയെന്ന്. അതുകൊണ്ട് നമുക്ക് ഇവൻ്റെ അടുത്തോടെ നടന്നു വരുത്തന്നെ ശത്രുവാക്കിയേക്കാം. അപ്പോൾ അറിയാം ഇവന് യഥാർത്ഥ സ്നേഹമുണ്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് അവനും മനസ്സിലാകുന്നില്ല, അവൻ പറയുന്നത് എനിക്കും മനസ്സിലാകുന്നില്ല, ഞങ്ങൾ തമ്മിൽ വഴക്കാവും. അന്നേരം അറിയുന്നത് എൻ്റെ ഉള്ളിൽ യഥാർത്ഥ സ്നേഹമുണ്ടോ. അപ്പം കർത്താവ് ഞാൻ ഒരു ശത്രു ഉണ്ടാകല്ലെന്ന് ആഗ്രഹിച്ചിട്ട് ഇത്ര ശത്രുക്കൾ എനിക്ക് എങ്ങനെ ഉണ്ടായത്? അപ്പോൾ കർത്താവ് പറയും, എടാ മോനെ, എൻ്റെ കൽപ്പന തന്നെ ശത്രുക്കളെ സ്നേഹിക്കണം എന്നല്ലേ. അപ്പോൾ ശത്രുക്കളെ സ്നേഹിക്കണമെങ്കിൽ ശത്രു വേണ്ടേ? ശത്രുവിനെ തരാതെ ശത്രുവിനെ സ്നേഹിക്കാൻ പറയും. നമ്മൾ എങ്ങനെ സ്നേഹിക്കും? ആരെ സ്നേഹിക്കും? അപ്പോൾ നമുക്ക് ശത്രുവിനെ തരുന്നത് എന്തിനാ? ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കാൻ വേറെ വഴിയില്ല. ശത്രു ഉണ്ടായാലല്ലേ ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ രാവിലെ ഇടിയപ്പം മുട്ടക്കറി കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഇടിയപ്പം മുട്ടക്കറിയും തരണ്ടേ? അല്ല, കഴിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ശത്രുവിനെ സ്നേഹിക്കാൻ പറയുമ്പോൾ നമുക്ക് ആരെ കിട്ടണം? അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ സ്നേഹിക്കാൻ പറ്റിയ ആൾക്കാരെ ദൈവം വെച്ചിട്ടില്ലേ? എന്തിനാ? നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്ത ആൾക്കാർ എന്തിനാ ദൈവം വെച്ചേക്കുന്നത്? അവരെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകുന്നത്. അതൊരു പരീക്ഷണം. അത് ക്രിസ്തുവിനെ പോലെ ആക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു ഓപ്പറേഷനാണ് നമ്മുടെ ഇടയിൽ എല്ലാ ഈ ശത്രുക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ കർത്താവ് പറയാണ്, കർത്താവിൻ്റെ ഹിതം അവിടെ നടക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? കർത്താവെ, എൻ്റെ ഹിതമല്ല, എൻ്റെ ഉള്ളിൽ ആത്മാവ് നിന്നോട് ഞരക്കത്തോടെ എന്തെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ അത് മതി. കാരണം എനിക്ക് അംബാനിയെ പോലായിട്ട് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് തട്ടിപ്പോയി നരകത്തിൽ പോകണ്ട. എനിക്ക് ക്രിസ്തുവിനെ പോലായി നിൻ്റെ കൂടെ നിത്യതയിൽ ഇരുന്നാൽ മതി. അപ്പം അങ്ങനെയാ പ്രാർത്ഥനയുടെ സ്പിരിറ്റ്. അതാ, അല്ലാതെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവം അങ്ങനെയൊന്നും അല്ല. അതൊന്നും അല്ല വിഷയം. നമ്മുടെ യഥാർത്ഥ വിഷയം നമ്മൾ ശരിയല്ലെന്നുള്ളതാണ്. വേറെ വിഷയമൊക്കെ അതിൻ്റെ പുറകിൽ, അതൊക്കെ ദൈവം നോക്കിയോളൂ. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ദൈവത്തിന് നിങ്ങളെക്കാൾ കൂടുതൽ അറിയാം. ഓക്കെ, അപ്പോൾ പ്രാർത്ഥന മാറുന്ന അതാണ്. ഇനി അടുത്തത് എന്താന്ന് നോക്കിയാൽ, കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പം 6-ാം അധ്യായത്തിൻ്റെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ. അതും ഭയങ്കര പ്രശ്നമാണ്. എനിക്കുള്ള ആവശ്യമുള്ള ആഹാരം തരണമെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഫ്രിഡ്ജിനകത്തുണ്ട്. നാളേക്കുള്ളത് നാളെ കഴിഞ്ഞുള്ളത് വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കുള്ള ആഹാരം ഇന്ന് തരണേന്നാണ്, ഇന്നത്തേക്കുള്ളത് തരണേന്നാണ് ചോദിക്കുന്നത്. അപ്പം ശരിക്കും അങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ ഞങ്ങൾ ആരൊക്കെ ആയിരിക്കണം? ഈ ഞങ്ങളെന്ന് പറയുന്ന ആരൊക്കെയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് കർത്താവെ ഞങ്ങൾക്ക് ഇന്ന് ആഹാരം തരണേന്ന് പറയണമെങ്കിൽ ആരൊക്കെ ആയിരിക്കണം? അത് നിങ്ങളൊന്നും മിണ്ടാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ ഞാൻ പറയാം. നിങ്ങൾ മിണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവെ ഞങ്ങളുടെ ചുറ്റും ഞങ്ങൾക്കറിയാവുന്നവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ അയൽവക്കക്കാർ, ഞങ്ങളെ എതിർക്കുന്നവർ, ഞങ്ങളുടെ ശത്രുക്കൾ ആരായാലും ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും ഇന്ന് വിശന്നിരിക്കാൻ പാടില്ല. ഞങ്ങളുടെ ദൃഷ്ടിയിൽ അവർ പെട്ടില്ലെങ്കിലും നിന്റെ ദൃഷ്ടിയിൽ അവർ പെടും. അവർക്കില്ലാതിരിക്കാൻ ഞാൻ കഴിച്ച് പാപിയാകാൻ പാടില്ല. ഞങ്ങൾക്ക് ആഹാരം തരണമേ. അതൊരു ഭയങ്കര പവർഫുൾ പ്രെയറാണ്.
there shall be no one who lacks food in our fellowship. ഇവിടെ കുറവായിരിക്കാം, പക്ഷെ നമ്മുടെ നാട്ടിലോട്ട് ചെല്ലുമ്പോൾ അതല്ല അവസ്ഥ. പല ആൾക്കാരുടെ വീട്ടിൽ ദാരിദ്ര്യം നമുക്ക് അറിയത്തില്ല. അവർ ആഹാരം കഴിക്കുന്നുണ്ടോ അറിയില്ല, അവരുടെ പിള്ളേർക്ക് സ്കൂളിൽ ഫീസ് അടയ്ക്കാനുണ്ടോ എന്നറിയില്ല. നമുക്ക് ഫീസ് അടയ്ക്കാനുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ സ്തോത്രം ചെയ്തു, കർത്താവേ എൻ്റെ മക്കളെ പരിപാലിച്ചതിനായിട്ട് സ്തോത്രം. അപ്പോൾ കർത്താവ് നിന്റെ സഹോദരൻ എവിടെ? ഞാൻ എൻ്റെ സഹോദരൻ്റെ കീപ്പറാ, എനിക്ക് തന്നതിന് ഞാൻ നന്ദി പറഞ്ഞു, അവൻ വേണേ നിന്റെ അടുത്ത് മേടിച്ചിട്ട് നന്ദി പറയട്ടെ. Am I the keeper of my brother's keeper? Kind. അടുത്തത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ടെന്ന് വിശദീകരിക്കുന്നില്ല, പക്ഷേ എൻ്റെ ചുരുക്കം ഇതാണ്, കർത്താവെ ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിട്ടുണ്ടോ അത്രയും നീ ഞങ്ങളോട് ക്ഷമിക്കാവുള്ളൂ, കൂടുതൽ ക്ഷമിച്ച് ഞങ്ങളെ കുഴപ്പത്തിലാക്കരുത്. എക്സാക്ട്ലി അത്രയും. ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് എങ്ങനെ ക്ഷമിച്ചിട്ടുണ്ടോ അങ്ങനെ നീ ഞങ്ങളോട് ക്ഷമിക്കണം. ഇത്രയും പ്രാർത്ഥിക്കാനേ നമുക്ക് അവകാശമുള്ളൂ. ബാക്കി ദൈവം തരുന്ന കരുണയാണ്. നമുക്ക് ലഭിച്ച പാപക്ഷമ ഫുള്ള കരുണയാണ്. ഒന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അവരുടെ പാപങ്ങളെ ഇനി ഞാൻ ഓർക്കുക പോലുമില്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാൻ നമുക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. എന്തുവാ? ഞാൻ എന്നോട് കടപ്പെട്ടവനോട് ഇത്രേ ക്ഷമിച്ചിട്ടുണ്ട്, അത്രയും നീ എന്നോട് ക്ഷമിക്കണേന്ന് പറയാൻ പറ്റുള്ളൂ. പ്രാർത്ഥനയിൽ നമ്മൾ എന്തിനങ്ങനെ ഒരു കുരുക്ക് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്ഷമിക്കാതെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ക്ഷമ നമ്മൾ പ്രതീക്ഷിക്കരുത്. പക്ഷെ കർത്താവ് ക്ഷമിക്കുന്ന വേറെ കാര്യം, അത് കർത്താവിൻ്റെ ഗ്രേസാണ്. പക്ഷെ നമ്മൾ കർത്താവിനോട് എൻ്റെ പാപം ക്ഷമിക്കണേ, തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ നിന്നോട് തെറ്റ് ചെയ്ത ആളോട് ക്ഷമിക്കാതെ ഇപ്പോഴും ഇരിക്കുക. അപ്പം ഞാൻ വിചാരിക്കുന്ന കർത്താവ് ക്ഷമിക്കുന്നതൊക്കെ എന്നോടാ. അവരൊക്കെ മര്യാദ പഠിക്കണം. എന്നോട് കർത്താവ് എല്ലാം ക്ഷമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ എല്ലാ പാപവും കർത്താവ് ക്ഷമിച്ചില്ലേ? ഇപ്പോഴും ക്ഷമിച്ചു എന്നല്ലേ വിശ്വസിച്ചിരിക്കുന്നത്? പക്ഷെ നിങ്ങൾ റോങ് ചെയ്ത ആൾക്കാരോട് നിങ്ങൾ അത്ര ക്ഷമിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ വിചാരം അവർ നന്നാവട്ടെ, ഇപ്പം ക്ഷമിച്ചാൽ ശരിയാവില്ല. അപ്പോൾ നിങ്ങളോ? ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ കർത്താവ് നേരത്തെ ക്ഷമിച്ചു. ഇതാണ് ആത്മീക ദാരിദ്ര്യം മാറിപ്പോയതിൻ്റെ ലക്ഷണം. അടുത്തത്, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്കകത്തും ഒരു നിറവേറലുണ്ട്. നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. അപ്പോൾ പരീക്ഷയുടെ പോണോ വേണ്ടയോ? നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടേ? കർത്താവേ ഞങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള കൃപ തരണമേ, പരീക്ഷ വരണേന്നാണോ? അതോ പരീക്ഷ വരുമ്പോൾ ഞങ്ങൾ അതിനകത്തുനിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകണമെന്നാണോ പ്രാർത്ഥിക്കുന്നത്? ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത് എന്താ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. അപ്പൊ ഇതിലേതാ സത്യം? നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മളിതാ ചെയ്യണ്ടേ. ഞാൻ പറയരുത് കർത്താവ് എന്നെ ഒന്ന് പരീക്ഷിക്കേ, ഞാൻ നോക്കാം. തകർന്നു പോകും നമ്മൾ കർത്താവിൻ്റെ പറയുന്നത്, എൻ്റെ കർത്താവെ പരീക്ഷ നിൽക്കാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല, എന്നെ പരീക്ഷിക്കല്ലേ എന്നേ പറയാവുള്ളൂ. പക്ഷെ പരീക്ഷയോടെ നമ്മൾ പോകും. ഈ പ്രാർത്ഥന നമ്മുടെ ഹംബിൾനെസ്സാണ്, ബ്രോക്കൺനെസ്സാണ്. എനിക്കിതിനുള്ള കപ്പാസിറ്റി ഇല്ല, എന്നെ രക്ഷിക്കണേ, ഞാൻ പരീക്ഷയിൽ വീണുപോയാൽ ദുഷ്ടൻ്റെ അടുത്ത് പോവും. അങ്ങനെ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ പരീക്ഷയിലൂടെ നമ്മൾ പോവുകയും ചെയ്യും, നമ്മൾ ജയിക്കുകയും ചെയ്യും, നമ്മൾ സ്ഥിരമുള്ള വിശ്വാസമുള്ളവരെ മാറുകയും ചെയ്യും. കാരണം കർത്താവ് നമ്മളെ രക്ഷിക്കും. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്താണ്? കഴിവില്ലാത്ത ഞാൻ, കർത്താവിൻ്റെ സഹായമില്ലെങ്കിൽ നിൽക്കാൻ പറ്റാത്ത ഞാൻ. എന്നെ ഒരു പരീക്ഷയിലും കടത്തല്ലേ കർത്താവ്, ഒരു പരീക്ഷയും താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. എനിക്ക് 500 ദിർഹം കാണുമ്പോൾ ഇപ്പോഴും ഒരു പിടയ്ക്കലുണ്ട്. അതുകൊണ്ട് കൂടുതൽ പൈസ തന്നെ എന്നെ എന്ത് ചെയ്യരുത്? പ്രലോഭിപ്പിക്കരുത്. എനിക്കറിയാം എന്നെ കൊണ്ട് പറ്റത്തില്ല. കർത്താവ് അതിനേക്കാൾ വലിയ പരീക്ഷകളെ നിങ്ങൾ നടത്തുകയും ചെയ്യും, നിങ്ങളെ ജയിപ്പിക്കുകയും ചെയ്യും. കാരണം അത് കൃപയാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങ് വരട്ടെ പരീക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലരുത്. കാരണം ഇറ്റ്സ് നോട്ട് ആസ് ഈസി ആസ് യു തിങ്ക്. നമ്മളെപ്പോഴും തകർന്ന ഹൃദയത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവെ ദുഷ്ടന്റെ കയ്യിൽ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ അകപ്പെടുത്തല്ലേ. പക്ഷെ നമ്മൾ പരീക്ഷയിലൂടെ കടന്നു പോവും, നമ്മൾ ജയിക്കുകയും ചെയ്യും. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ. ഓക്കെ, അത്രയും മതി. അടുത്ത വാക്യം പറയുന്നത്, പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങൾ വിടിപ്പിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. പക്ഷേ നമ്മൾ ഈ പെന്തിക്കോസ്തുകാർക്ക് ഒരു കുഴപ്പമുണ്ട്, ഈ ശക്തി കുറച്ച് നമ്മൾ പിശാചിന് കൊടുത്തിട്ടുണ്ട്, ഫുൾ കർത്താവിന് കൊടുക്കാറില്ല. കാരണം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പിശാചിന് ഭയങ്കര ശക്തിയാ ബ്രദറേന്നാണ് ഇവന്മാർ പറയുന്നത്. ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പറയാ, എൻ്റെ പാസ്റ്ററെ ഭയങ്കര പോരാട്ടം. ഞാൻ ചോദിച്ചാൽ എന്ത് പോരാട്ടം? മുട്ടയിൽ കൂടോത്രം, ചെമ്പരത്തിപ്പൂവിൽ കൂടോത്രം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണാം ഗേറ്റിൽ മുട്ടയും ചെമ്പരത്തിപ്പൂവും. ഞാൻ ചോദിച്ചു എന്ത് കൂടോത്രം?
കർത്താവിനോട് പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു പാസ്റ്ററെ, ഒരു കുറവുമില്ല, ഒരു വ്യത്യാസമില്ല, നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നില്ല. ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു, എന്നിട്ടും പോകുന്നില്ല. ഏത് ഭയങ്കര കൂടോത്ര ശക്തിയാണ്. ഞാൻ പറയും, എന്നാൽ ഞാനൊരു അഡ്വൈസ് തരാം. എന്തോ, നിങ്ങൾ കർത്താവിന് വേണ്ടിയിട്ട് അവരുടെ കൂടെ പോകും. ഇപ്പോൾ ശക്തി കൂടുതൽ അവർക്കാണല്ലോ, പിന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് കർത്താവിനോട് നിൽക്കുന്നത് എന്തിനാ? കർത്താവ് വിചാരിച്ചിട്ട് ആ കൂടോത്രത്തെ അനക്കാൻ പറ്റുന്നില്ല. അപ്പൊ കൂടോത്രം ചെയ്തവൻ ആരാ? ഈ പേടിപ്പിക്കലാണ്. എത്ര എണ്ണമെന്നൊരു അടിമകളായിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയോട് പറഞ്ഞ്, നിന്റെ കൂടെ പഠിക്കുന്ന ആള് നിനക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ട്. അവർ ഭയങ്കര കൂട്ടുകാരായിരുന്നു. ആ കൊച്ചുമായിട്ട് ഒരു വഴക്കുണ്ടാക്കേണ്ടി വന്നു. ഈ കൂടോത്രം എന്ന് പറയുന്ന സാധനം നിങ്ങൾ 21-ാം നൂറ്റാണ്ടിലല്ലേ സഹോദരങ്ങൾ ജീവിക്കുന്നത്? ഇങ്ങനെയുള്ള കേൾക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പുറകെ വീഴുന്നത്? പ്രത്യേകിച്ചും വിശ്വാസികൾ. അപ്പൊ കർത്താവിന് ഒരു ശക്തിയില്ലേ, നിങ്ങളെ കാക്കാൻ പറ്റത്തില്ലേ? ഈ കൂടോത്രമല്ല നിങ്ങൾ വിഴുങ്ങുമ്പോൾ കർത്താവ് ഇങ്ങനെ നോക്കിയിരിക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുകയാണ് ആ ഡെമോണിനെ. എന്തുകൊണ്ടാ? ശക്തിയും ബലവും നിങ്ങൾ ആർക്കാ കൊടുത്തേക്കുന്ന? കുഞ്ഞാടിനെ ബലഹീനനാക്കിയിട്ട് ആ ബലവും ശക്തിയും ഈ ദുർഭൂതങ്ങൾക്ക് കൊടുത്തിരിക്കുക. We are ascribing glory and majesty to these filthy creatures. എന്താ പേടിയാന്നറിയോ പിശാചിനെ? ഒരു ദുരാത്മാവ് ഇളകുമ്പോഴേക്കും രക്തത്താൽ ജയം, ഭയങ്കര പേടിയാ. സാത്താനെ പേടിക്കുന്നുണ്ട്. 10,000-ലൊന്ന് പേടി കർത്താവിനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും രക്ഷപ്പെട്ടു പോയി. There is only one person whom we need to be afraid of, and that's God who created us. വേറെ ആരെയും ഭയപ്പെടേണ്ട കാര്യം നമുക്കില്ല. വി ആർ വിക്ടോറിയസ് ഓവർ എവരിത്തിങ്. അതുകൊണ്ട് കർത്താവെ, നിനക്ക് മാത്രം വർഷിപ്പ്, നിനക്ക് മാത്രം ഗ്ലോറി. ബലം നിനക്കുള്ളത്, ശക്തി നിന്റേത്, രാജ്യവും ശക്തിയും മഹത്വവും എല്ലാം നിന്റേത്. വേറെ ആർക്കും ഒരു മഹത്വവുമില്ല, ശക്തിയുമില്ല. വി ബിലീവ് ഇൻ യുവർ പവർ ആൻഡ് മജസ്റ്റി. എന്തുമാത്രമാണ് ഈ വിശ്വാസികളെ ഈ പ്രവാചകന്മാരൊന്ന് ചുറ്റിച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ പോരാട്ടം, ഇവിടെ പോരാട്ടം. എന്നിട്ട് എന്താ സംഭവിക്കുന്നറിയോ? ഇവർ പറയും, നിങ്ങളുടെ അയൽവക്കക്കാർ നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒരു രസകരമായ അല്ല, വേദനാജനകമായ ഒരു കാര്യം സംഭവിച്ചു. ഞങ്ങളുടെ ചർച്ചിലൊരു ഹിന്ദു സഹോദരി, അവർക്ക് ചെറുപ്പം തൊട്ടേ ഈ കർത്താവിൻ്റെ കാര്യം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സമയം പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ഓക്കെ, ഇതോടെ നിർത്തിയേക്കാം കഥ പറയുന്നത്. അപ്പോൾ അടുത്ത വീട്ടിൽ പെന്തക്കോസ്തുകാരാണ്. അപ്പോൾ അടുത്ത വീട്ടിൽ പെന്തക്കോസ്തുകാരുമായിട്ട് കുടുംബ പ്രാർത്ഥന നടന്നേരത്ത് ഇവർ വിൻഡോ തുറന്നിട്ട് ആ കുടുംബ പ്രാർത്ഥനയുടെ കൂടെ പങ്കെടുക്കും. പാട്ട് പാടുമ്പോൾ ഇവർ കൂടെ പുസ്തകമൊക്കെ എടുത്ത് വെച്ച് പതുക്കെ പാടും. ഭയങ്കര ഇഷ്ടം അവർക്ക് വിശ്വാസത്തിൽ വരാൻ. അവർക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല. ഒരു ദിവസം ഇവർ പ്രാർത്ഥന ശ്രദ്ധിച്ചപ്പോൾ അവർ പറയുക, ഞങ്ങളുടെ അടുത്തുള്ള ഹിന്ദുക്കൾ ഞങ്ങൾക്കെതിരെ ഇരിക്കുന്ന കൂടോത്രത്തിൻ്റെ ശക്തിയിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ ഇവർ പേടിച്ചു പോയി. ഇവർ ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, ഈ കൂടോത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്കറിയാൻ മേല. അവർ ഞങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ തിരിഞ്ഞു നടക്കുക, ഞങ്ങൾ കൂടോത്രം ചെയ്യുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ടെന്ന്. അവർ ഞങ്ങളുടെ ചർച്ച വന്ന് സ്നാനപ്പെട്ട് വിശ്വാസികളായി സാക്ഷ്യം പറഞ്ഞതാണ്. കർത്താവിനെ അന്വേഷിച്ച് വന്നപ്പം അവിടെ ഇത് പറയുന്നവരെ വീടിൻ്റെ പടി കയറ്റരുത്. കാരണം ഈ കൂടോത്രം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തലവേദന വന്നാൽ അത് പ്രഷർ കൂടിയിട്ടോ അല്ലെങ്കിൽ ഉറക്കം കിട്ടാഞ്ഞിട്ടോ ആന്ന് ചിന്തിക്കില്ല, അത് മറ്റവൻ്റെ കൂടോത്രം ചിന്തിക്കും. ഇങ്ങനെ അന്ധവിശ്വാസികളായി, ബലമില്ലാത്തവരായി, മാനസിക രോഗികളാക്കി മാറ്റുന്ന പരിപാടിയാണിത്. അതുകൊണ്ട് എപ്പോഴും പറയാ, കർത്താവിനെ വെല്ലുന്ന ഒരു ശക്തിയും ഈ ലോകത്തില്ല. അത് വിശ്വസിക്കണം, അത് വിശ്വസിച്ചേ പറ്റൂ. കാരണം ബലം നിന്നിലുള്ള മനുഷ്യൻ. നമ്മൾ 6-ാമത്തെ അധ്യായം ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇനി അതിനകത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി 7-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ അവസാനത്തെ സ്റ്റെപ്പ് വയ്ക്കാൻ പോവാണ്. ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ്. എങ്കിലും ഇത് വായിച്ചു വരുമ്പം അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. അപ്പൊ പുതിയ നിയമത്തിനൊരു പ്രത്യേകതയുണ്ട്, ആരെയും വിധിക്കാൻ പാടില്ല. എന്താണ് ഈ വിധി എന്ന് പറയുന്നത്? ചില ആൾക്കാർ പറയുന്നത് കുറ്റം പറയുന്നതാണ് വിധി, അല്ലെങ്കിൽ വിവേചിക്കുന്നതാണ് വിധി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മാവിൽ വിവേചിക്കണം, പക്ഷെ വിധിക്കരുത്. എന്താണ് വിവേചനവും വിധിയും തമ്മിലുള്ള വ്യത്യാസം? ഒരു സഭയിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ അതേത് ആത്മാവിൽ എന്ന് നമ്മൾ വിവേചിച്ചിരിക്കണം. അങ്ങനെ വിവേചിച്ചില്ലെങ്കിൽ അനേകം ആളുകൾ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്.
ഓക്കെ. എന്നാൽ വിധി എന്ന് പറയുന്നത് എന്താണ്? വിധി എന്ന് പറയുന്നത് നീ ശരിയാവില്ല, നീ രക്ഷിക്കപ്പെട്ടതല്ല, അവൻ രക്ഷിക്കപ്പെട്ടതൊന്നും അല്ല ബ്രദറെ, അങ്ങനൊന്നും പറയണ്ട. കാരണം അത് ദൈവത്തിന് മാത്രമേ അറിയാവൂ. ഡോണ്ട് പാസ് എ ജഡ്ജ്മെന്റ് ഓവർ യുവർ ബ്രദർ. അവൻ എത്ര പാപത്തിലുള്ളവനായി കാണപ്പെട്ടാലും നാളെ അവനെ ക്രിസ്തുവിനെ പോലെ ആക്കാൻ കഴിവുള്ള ഒരാളിൽ വിശ്വസിച്ചുകൊണ്ടേ ഏത് വിശ്വാസിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാവൂ. കാരണം ഏത് കുഴിയിൽ നിന്നും രക്ഷിക്കാൻ കഴിവുള്ള ഒരാളുടെ കയ്യിലാണ് ഇവരിയ്ക്കുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അപ്പൊ ഇതെന്താണ് ഈ സ്വന്തം കണ്ണിലെ കോലും സഹോദരന്റെ കണ്ണിലെ കരടും? ഞാൻ ചിന്തിക്കുന്നത് ഈ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ ഏറ്റവും വലിയ പാപി ഞാനാണെന്നാണ്. അത് ചുമ്മാ ഹംബിൾനെസ് കൊണ്ട് പറയുന്നതല്ല കേട്ടോ, ഞാൻ അത്ര ഹംബിളൊന്നും അല്ല. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ നിങ്ങളെ കാണുന്നത് കൃത്യമായിട്ട് വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരുന്ന്, നമ്മുടെ ആ പാസ്റ്ററും ചർച്ച് വരുന്നെങ്കിൽ ഒരാഴ്ച ഉപവാസം ഇരുന്നാണ് വചനം കേട്ടത്. അപ്പം ഞാൻ നിങ്ങളെ നോക്കുമ്പം നിങ്ങൾ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ദാഹിച്ചിവിടെ വന്നിരിക്കുന്നവരാ. നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നതോ ബഹളം വയ്ക്കുന്നതോ നിങ്ങൾ എങ്ങനെയുള്ളവരാണോ, ധനമോഹമോ കൺമോഹമോ ജീവനത്തിൻ്റെ പ്രതാപം ഇതുണ്ടോ ഇല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കാണുന്നത് എന്താണ്? നിങ്ങളെല്ലാം നല്ല, കാരണം ഏത് മനുഷ്യൻ്റെ പുറമേ ഉള്ള ഒരു പിക്ചർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്നാൽ അകമേ ഉള്ളത് ആരുടെ മാത്രമേ എനിക്ക് അറിയുള്ളൂ? എൻ്റെ മാത്രം അറിയുള്ളൂ. അപ്പൊ എല്ലാ മനുഷ്യനും ചിന്തിച്ചാൽ ഏറ്റവും വലിയ പാപി എപ്പോഴും ആരായിരിക്കുള്ളൂ? അവനവനെ ആയിരിക്കുള്ളൂ. നിങ്ങൾക്ക് ആർക്കും എൻ്റെ ഒറിജിനൽ സ്വഭാവം അറിയത്തില്ല. എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ എൻ്റെ ഭാര്യയ്ക്കും അറിയത്തില്ലാത്ത പല സ്വഭാവങ്ങളും എനിക്ക് ഉണ്ടായിരിക്കാം, എനിക്ക് പോലും അറിയില്ലായിരിക്കാം. അത് കർത്താവിന് മാത്രം അറിയാവുന്ന അനേകം കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിരിക്കാം. അപ്പം ഞാൻ എൻ്റെ പാപത്തിൻ്റെ ഡെപ്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കർത്താവേന്ന് നിലവിളിക്കാനല്ലാതെ വേറൊരുത്തൻ്റെ കണ്ണിൽ തെരഞ്ഞ് നീ എന്താ കരടുമായിട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഈ പെന്തക്കോസിലെ ആഭരണം ധരിക്കാത്തവർക്കിട്ട് ഭയങ്കര വിധിയാണ്. കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ ആഭരണം ഊരിയതോടുകൂടി കർത്താവിന് നമ്മളോട് ഭയങ്കര സ്നേഹമെന്നാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ മറ്റുള്ളവർക്ക് ദൈവരാജ്യം അടച്ചു കളയുന്നതല്ലാതെ ഒരു പ്രയോജനം ഈ സാധനം കൊണ്ടുണ്ടായിട്ടില്ല. ഞാനും എൻ്റെ കുടുംബവും ആഭരണം ധരിക്കുന്ന ആൾക്കാരല്ല, അത് താല്പര്യമില്ല. നിങ്ങൾ ആഭരണം ഇട്ടോ എന്ന് പറഞ്ഞ് തന്നാലും ഞങ്ങൾ ഇടത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിന് വേറെ റീസൺസ് ഉണ്ട്. ആ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞേക്കാം. ഒരു ദിവസം എൻ്റെ ഒരു ബന്ധു എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ ഇങ്ങനെ കഴുത്തിൽ നിന്നും ഇല്ലാതെ നടക്കരുത്, അവർ യാക്കോബക്കാരൻ, ഞാൻ നിനക്കൊരു മാല മേടിച്ചു തരാം, സ്വർണ്ണമാല. അപ്പം ഞാൻ പറഞ്ഞു മേടിച്ചു തന്നാൽ കുഴപ്പമില്ല, നാളെ എവിടെ പോയി അന്വേഷിക്കരുത്. അപ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞു ഇവിടെ 100,000 ആവശ്യങ്ങൾ നടക്കുമ്പോൾ ആദ്യം ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെ വിൽക്കാന്നുള്ളതായിരിക്കും. കുറേ പേര് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, കുറേ പേര് സിറിയയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, കുറേ പേര് അവിടെ ഇവിടെ എല്ലാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഈ സാധനം ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാരണം. അത് കാരണം നമുക്ക് സമ്പാദിക്കാൻ പറ്റാത്ത ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയാണ്. അപ്പം ഞാൻ ഇതിട്ടോണ്ട് നടക്കുമ്പോൾ അവൻ നോക്കിയില്ല, അതിങ് ഊരി തന്നാൽ പോരേന്ന് അവൻ്റെ മനസ്സിൽ തോന്നില്ലേ? ഇതിങ്ങനെ ആയിരുന്നു ആദ്യം, ഇത് പിന്നെയാണ് ഇതൊരു ചടങ്ങായി മാറിയത്. അപ്പൊ ഈ ചടങ്ങായി മാറുമ്പം അത് എല്ലാവർക്കും ഇടർച്ചയായി മാറും. ഇങ്ങനെ 100,000 നിയമങ്ങൾ വെച്ച് നമ്മൾ ഈ ആൾക്കാരെ തടഞ്ഞേക്കുക. എന്നാൽ കാതലായ കാര്യങ്ങളിലേക്ക് ആരും നോക്കുകയില്ല. എൻ്റെ കണ്ണിൽ വലിയ കോല, ധനമോഹം ജീവനത്തിന്റെ പ്രതാപം, പക്ഷെ വേറൊരുത്തൻ്റെ കണ്ണിൽ കിടക്കുന്ന കരട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവനൊക്കെ എന്തിനാ ഇവിടെ വന്നേക്കുന്നു? വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ വന്ന് ഇരിക്കുന്ന കണ്ടില്ലേ മീശം വെച്ചോണ്ട്? അങ്ങനെ ചിന്തിക്കുക. അതിനകത്ത് നമുക്കൊരു എനർജി കിട്ടുന്നുണ്ട്. ഈ കുറ്റം പറയുമ്പം ചില ആൾക്കാർ ചർച്ചയിലിരുന്ന് ഇങ്ങനെ ഉറങ്ങുമായിരിക്കും, പെട്ടെന്ന് ആരുടെയും കുറ്റം പറയുമ്പോൾ ചാടിയിരുന്നു. കാരണം അവർക്ക് അതിനോട് മാത്രമേ റെസ്പോൺസ് ഉള്ളൂ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തെങ്കിലും നമ്മുടെ ഒരു നെഗറ്റീവ് കാര്യം എന്തിനെങ്കിലും കുറിച്ച് പറയണേ ആ സമയത്ത് ഉറക്കമെല്ലാം പട്ടപ്പെടാന്ന് പോകും. കാരണം നമ്മുടെ ആ മൈൻഡ് സെറ്റാക്കി വെച്ചിരിക്കുന്നതിനെ മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റിയിൽ ത്രൈവ് ചെയ്യാൻ വേണ്ടിയാണ്. കൊള്ളാം. കപട വ്യക്തിക്കാരാ മുമ്പേ സ്വന്തം കണ്ണിലെ കോലെടുത്ത് കളയുക. നമ്മൾ ജീവിതകാലം ശ്രമിച്ചാൽ നടക്കത്തില്ല. കാരണം അതുകൊണ്ട് കർത്താവിനറിയാം
നിങ്ങൾ കോലെടുത്തുകൊണ്ട് വന്ന് ഈ കരട് നോക്കുന്ന ഒരു കാലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വിധിക്കാൻ നിൽക്കേ വേണ്ട, നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം എപ്പോൾ ചെന്നാൽ ഈ കോല് വേറൊരു രീതി അവിടെ കാണും. അപ്പോൾ കർത്താവിന് മുമ്പിൽ ഇങ്ങനെ തകർന്നവരായിട്ട് നിലവിളി, കർത്താവെ ഞങ്ങൾ ഒന്നുമല്ല എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. അടുത്ത വാക്യം, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇട്ട് കളയരുത്, അവ കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തി കളയുകയും ചെയ്യേണ്ട വരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ ഉപദേശങ്ങളുടെ ഒരു കളക്ഷനാണ്. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളോട് അതിന് ബന്ധമില്ല. നമ്മൾ വിശുദ്ധമായ ഉപദേശങ്ങൾ, പരിജ്ഞാനത്തിൻ്റെ ഉപദേശം നമ്മൾ ഒരിക്കലും പന്നികൾക്ക് കൊടുക്കരുത്. പന്നി എന്താണെന്നുള്ള കാര്യം നായ്ക്കൾക്ക് അല്ലേ, നായ്ക്കൾ പന്നികളുടെ മുമ്പിൽ ഇടരുത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ദിവസം ഞാനിങ്ങനെ, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇത്രയും പ്രസംഗിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല, വിശ്വസിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ കർത്താവ് നിങ്ങളിൽ ചെയ്യണം. ഞാൻ ഇന്നേവരാരോട് സ്വത്ത് ഉപേക്ഷിക്കാനോ കാശിനോ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ബൈബിളിൽ ദൈവത്തിന് ഇപ്പം എനിക്ക് സ്വത്തായിരിക്കും ഇടർച്ച, അതുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു കാണും. നിങ്ങൾക്കതായിരിക്കില്ല പ്രശ്നം. ഇപ്പം ദൈവം ഓരോരുത്തരോട് ഉപേക്ഷിക്കാൻ പറയുന്നത് എന്താണെന്ന് പോലും തീരുമാനിക്കാൻ നമുക്ക് അവകാശമില്ല, അതൊക്കെ ദൈവം തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഈ വിശ്വാസത്താലുള്ള നീതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് മനസ്സിലാകാത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ഈ മനസ്സില്ലാത്ത ഒരാൾക്ക്, അതായത് ഈ കൂട്ടത്തിൽ പറഞ്ഞേക്കുന്ന ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ പുള്ളി മല്ലപ്പള്ളി പ്രസംഗം നടന്ന് കുറേ കഴിഞ്ഞപ്പം ഈ പുള്ളി എന്ത് ചെയ്യുന്നറിയാം, ഇയാൾ ഒരു മാഗസിനകത്ത്, എനിക്കൊന്ന് ഹല്ലേലൂയ ഓർമ്മയില്ല, ഏതോ ഒരു മാഗസിനകത്ത് ചോദ്യോത്തര പങ്ക്തി കൈകാര്യം ചെയ്യുന്ന ആളാണ് പുള്ളി. ഹല്ലേലൂയ അല്ലാന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയത്തില്ല, ഏതോ ഒരു മാഗസിൻ. അപ്പോൾ ചോദ്യോത്തര പങ്ക്തിക്കകത്ത് പുള്ളി ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. പുള്ളി തന്നെ ചോദ്യം ചോദിച്ചിട്ട് പുള്ളി തന്നെ ഉത്തരം പറഞ്ഞു. ആരോ ചോദിച്ച പോലെയാണ്, പക്ഷെ പുള്ളി തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ചോദ്യം ഇതാണ്, ഈയിടെ ഒരു പ്രസംഗം, അത് ഞാനാണ് എന്ന് ഞാൻ വിനയപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു, ഈയിടെ ഒരു പ്രസംഗം പറയുന്നത് കേട്ടു, നിങ്ങളുടെ അതിരാരെങ്കിലും മാന്തിയാൽ വിട്ടുകൊടുത്തേക്ക്. ഞാൻ അതല്ല പറഞ്ഞു, ഞാൻ ആ നീതി എത്ര ഉന്നതമാണെന്ന് പറഞ്ഞതാണ്. ഇനി വിശ്വാസം അനുസരിച്ച് നമുക്ക് കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അയാൾ കേട്ടത് വേറെ രീതിയിൽ. അങ്ങനെ നിങ്ങൾ കണ്ണിന് പകരം കണ്ണെടുക്കാൻ വരുന്നതിന് കണ്ണും വിട്ടുകൊടുത്ത്, സ്ഥലം എടുക്കാൻ വരുന്നതിന് സ്ഥലവും വിട്ടുകൊടുത്ത് ഇങ്ങനെ ഇരുന്നാൽ വേറെ ആളുകൾ, നാട്ടുകാർ വന്ന് നിങ്ങളുടെ പുറത്ത് എന്തോ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, നിങ്ങളുടെ പുറത്ത് കയറി ഡാൻസ് ചെയ്യില്ലെന്ന്, അങ്ങനെ വേണ്ട. അപ്പോൾ അതിന് ഇദ്ദേഹം തന്നെ മറുപടി കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങളുടെ സ്വത്ത് ആരെങ്കിലും അപഹരിച്ചാൽ നിങ്ങൾ കേസ് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. എന്നിട്ട് ഈ പുള്ളി എന്ത് ചെയ്യുന്നറിയാമോ, ഇതിൻ്റെ ഒരു 100 പേജ് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നമ്മുടെ മീറ്റിംഗ് നടക്കുമ്പോൾ എല്ലാവർക്കും കൊണ്ട് ഓരോ പേപ്പർ കൊണ്ടു കൊടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, പരിജ്ഞാനത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തവരുടെ മുമ്പിൽ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് ദൈവവിശ്വാസം ഇല്ലാത്തവരെ പോലെയാണ്, അവർ നമ്മളെ ചീന്തിക്കളയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ മെസ്സേജിനെ അവർ നിസ്സാരമാക്കി തള്ളിക്കളയും. കാരണം അവർക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലാകാതെ. അപ്പോൾ ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ കൺക്ലൂഷനിലേക്ക് കർത്താവ് വരികയാണ്. നമ്മൾ ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ മുത്തുകൾ കൊടുക്കുന്നത്, നിങ്ങൾക്കറിയാമോ, ഞാൻ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം തൊട്ടാണ് പുതിയ നിയമം തുടങ്ങുന്നത്. ഞാൻ പുതിയ നിയമത്തിന് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന ആളാണ്, പക്ഷേ ഇതുവരെ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിരിപ്രഭാഷണത്തിലേക്ക് വരണമെങ്കിൽ, ആ മുത്തുകളിലേക്ക് എത്തണമെങ്കിൽ നമ്മളതിൻ്റെ അടിസ്ഥാനം ഇടണം. റോമാലേഖനം മുതൽ. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആദ്യ സമയത്ത് ഒത്തിരി പ്രയാസപ്പെട്ടത് എന്തുകൊണ്ടാണ്, ആദ്യം ഇഴഞ്ഞു പോയിക്കൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അടിസ്ഥാനം ഇല്ലാതെ ഇത് പറയാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. കാരണം ഈ അനുസരണം എങ്ങനെ വരുത്തുമെന്ന് അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചേക്കുന്നത്. ഇതിങ്ങനെ കർത്താവ് പറഞ്ഞിട്ട് പോയി, പക്ഷേ ഹൗ ഡസ് the Lord bring about that obedience in us? That's through the ministry of the apostles. അപ്പോൾ അത് എങ്ങനെയാണ് ഈ നീതി, വിശ്വാസത്താലുള്ള നീതി ഉന്നം പിടിക്കുന്നത് എങ്ങനെയാണ്? ആ റെവലേഷൻ വന്നാൽ മാത്രമേ നമുക്കിത്, ആ റെവലേഷൻ കിട്ടാത്തവരോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പന്നികളുടെ മുമ്പിൽ മുത്തുകൾ വിതറുന്ന പോലെയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കൾക്ക്, പരിജ്ഞാനമുള്ളവർക്ക്, ആത്മാവുള്ളവർക്ക്, വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രം മനസ്സിലാകുന്നതാണ് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് ബൈ ദ വർക്ക് ദാറ്റ് യു ഡു, ബട്ട് ഇറ്റ് ഇസ് ബൈ ഫെയ്ത്ത്. അപ്പോൾ ഇത് കേൾക്കുന്ന ചില ആൾക്കാർ പറയും, ചേസ് പാസ്റ്റോടെ പ്രസംഗം അറിയാം, വിശ്വാസം മതി, പ്രവൃത്തി വേണ്ടെന്നാണ്. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞത് പ്രവൃത്തി പോരാന്നാണ്. നമ്മുടെ പ്രവൃത്തി കൊണ്ടുള്ള നീതി ഒന്നും അല്ല. ക്രിസ്തുവിന്റെ നീതി വേണമെന്നുള്ളത് കൊണ്ട്, നമ്മൾ തൃപ്തരല്ലാത്തത് കൊണ്ട്, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിച്ചിരിക്കുന്നതുകൊണ്ട്, യേശു ക്രിസ്തുവിന്റെ നീതിയിലേക്ക് എത്താൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട്, ഫെയ്ത്ത് അലോൺ. ആ ഫെയ്ത്ത് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നേടാനുള്ള ഫെയ്ത്താ. അതായത് ഇവിടുത്തെ പ്രവൃത്തി വേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ബിക്കോസ് ദ സ്റ്റാൻഡേർഡ് ഈസ് ഡിഫറെൻറ്റ്.
Because the paradigms have changed. Because we are looking at another righteousness which is beyond our ability. We are looking at Christ the person. അതുകൊണ്ടാണ് ഫെയ്ത്ത് അലോൺ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു മനുഷ്യന്റെ നീതി മതിയായിരുന്നെങ്കിൽ ഒരിക്കലും ഫെയ്ത്ത് അലോൺ എന്ന് പറയത്തില്ല. We are saying faith alone because this is Christ. It's about Christ. ആ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് കയറാൻ വിശ്വാസമല്ലാതെ വേറൊരു വഴിയും ഇല്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പ്രവൃത്തികളാലുള്ള എൻ്റെ നീതി അല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി ലഭിച്ച അവനിലിരിക്കാൻ ടോപ്പ് മോസ്റ്റ് റൈച്ചസ്നെസ് ആണ്. അതിൻ്റെ മുൻപിൽ നമ്മൾ പ്രവൃത്തി കൊണ്ട് നേടുന്ന നീതി വെറും കറ പുരണ്ട തുണി പോലെയാണ്. വാട്ട് യു ക്യാൻ അച്ചീവ് വിത്ത് ഓൾ യുവർ എഫേർട്ട് is still like a stained cloth which is unacceptable to the Lord. Okay, ഇനി നമുക്ക് 5-10 മിനിറ്റ് കൊണ്ട് ഇത് തീർക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ബട്ട് സ്റ്റിൽ വി വിൽ ട്രൈ. ഈ പറയുന്ന യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും, ആ കാര്യം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതാണ്, അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടും നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. 11-ാം വാക്യം, നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. പണ്ട് എന്നോട് ഒരാൾ ചോദിച്ചു, ചേസ് പാസ്റ്റർ ഖത്തറിലൊക്കെ പോയായിരുന്നല്ലേ? ഞാൻ പറഞ്ഞു പോയായിരുന്നു, 2018 നന്മയൊക്കെ കിട്ടിയോ? ഞാൻ പറഞ്ഞു എന്തോ? അല്ല, നന്മ എന്ന് പറഞ്ഞ എന്തോ സഹോദരങ്ങളെ? ക്യാഷ് അതാണോ നന്മ? ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പം പറയുന്നത് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകുന്ന. അപ്പൊ എന്താ സ്വർഗത്തിൽ നിന്ന് കർത്താവ് നമുക്ക് യാചിക്കുന്നവർക്ക് നൽകുന്ന നന്മ? സ്വർഗത്തിലെ നല്ല ദാനങ്ങളാണ്. ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ ആവശ്യമായ ധനമാണ്, ആത്മാവിന്റെ ധനം. ഈ ധനത്തിന്റെ വാഗ്ദത്തങ്ങൾ മുഴുവൻ അവിടെയാ. ബാക്കി കർത്താവ് സൈഡിലൂടെ തരുന്നതാ. അത് മേടിച്ച് നന്ദി പറഞ്ഞിട്ട് വാഗ്ദത്തങ്ങളിലേക്ക് നോക്കണം. വാഗ്ദത്തങ്ങൾ ഒരിക്കലും ഈ ലോകത്തല്ല, നശിച്ചു പോകുന്ന സമ്പത്തിനെ സംബന്ധിക്കുന്നതല്ല. വാഗ്ദത്തം ഈസ് ഓൾവേസ് അബൌട്ട് എറ്റേണിറ്റി. പക്ഷെ അതിനിടയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലതും നമുക്ക് കിട്ടിയെന്ന് വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്താണ്? മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ഇതൊരു ഭയങ്കര പ്രശ്നം, ഒരു സൂപ്പർ ഡെഫിനിഷനാണ് റൈച്ചസ്നെസ്സിൻ്റെ. ഉദാഹരണത്തിന്, ഞാനിവിടെ കയറി വരുമ്പം പാസ്റ്റർ പറയാണ്, ഈ കസേരയിലിരുന്നു. അപ്പം ഞാൻ ഈ കസേരയിൽ, കാരണം എന്താ, ഞാൻ വിശിഷ്ട അതിഥിയാണ്, നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയാണ്. അപ്പം ഞാൻ ചുറ്റും നോക്കിയിട്ടും കണ്ടോ ഞാനിരിക്കുന്ന കസേര. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്താണ്, എന്നെ നല്ല കസേരയിൽ ഇരുത്തണം എന്നാണെങ്കിൽ ഞാൻ വേറൊരാളെ വിളിച്ച് അവിടെ ഇരുത്തണം. എനിക്ക് എന്ത് ബഹുമാനം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതേ ബഹുമാനം എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കും കൊടുക്കണം. മനസ്സിലായോ? വേറൊരു നല്ല ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുന്നു. ഇവിടെ അല്ല കേട്ടോ, എനിക്ക് ഇവിടുത്തെ എക്കണമി ഒന്നും അറിയില്ല, കേരളത്തിലാണ്. അപ്പോൾ നിങ്ങൾ ബാർഗെയിൻ ചെയ്യുന്നു. 20 രൂപയുടെ സാധനം ബാർഗെയിൻ ചെയ്ത് 10 രൂപയ്ക്ക് ചോദിക്കുന്നു, 5 രൂപയ്ക്ക് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, എവിടെ നിന്ന് വന്നവനാണ്, എന്തെങ്കിലും ആട്ടെ, ഇന്ന് ഒരു കച്ചവടം നടന്നില്ല, ശരി 10 രൂപയെങ്കിൽ 10 രൂപ. അപ്പോൾ അവൻ്റെ വീട്ടിൽ ഇന്ന് 10 രൂപ കുറവാണ്. അത് നമ്മുടെ അതിസാമർത്ഥ്യം കാരണമാണ് 10 രൂപ പോയത്. ഇനി ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ആ കച്ചവടം ചെയ്യുന്നതെന്ന്. അപ്പോൾ വേറൊരാൾ ഒന്ന് തർക്കിക്കുകയാണ്, 20 രൂപ നിങ്ങളൊരു 10, അവരൊരു 10 രൂപയാണ് മേടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ വിഷമം തോന്നും, കാരണം നിങ്ങളുടെ അധ്വാനത്തിന് അത് പോരാ. പക്ഷെ നിവൃത്തിയില്ല, 10 രൂപയെങ്കിൽ നഷ്ടമാണെങ്കിൽ ആ 10 രൂപ മേടിച്ചാലേ വീട്ടിൽ ചെല്ലുള്ളൂ. അപ്പോൾ ഞാൻ ഒരാൾ ബാർഗെയിൻ ചെയ്യാതെ 2 സാധനം വാങ്ങിച്ചായിരുന്നെങ്കിൽ എനിക്ക് 5 10 രൂപ എക്സ്ട്രാ സമ്പാദിക്കും. അപ്പോൾ എന്നോട് അവരങ്ങനെ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ചെന്ന് അവരോട് പെരുമാറുമ്പോൾ എങ്ങനെ പെരുമാറണം? എങ്ങനെ പെരുമാറണം? ഞാനായിരുന്നു അവിടെയെങ്കിൽ അവരെന്നോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നോ അതുപോലെ ഞാൻ അവരോട് പെരുമാറണം. നിങ്ങൾക്ക് വയ്യ, ക്യൂവിൽ ഇങ്ങനെ നിൽക്കുക, കഷ്ടപ്പെട്ട് നിൽക്കുക, ഒട്ടും വയ്യ. അപ്പം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഈ 3-4 ക്യൂവിന് അപ്പുറത്ത് ആരെങ്കിലും വന്ന് ഇവിടെ നിന്നോന്നും പറഞ്ഞ് മാറി തന്നാൽ കൊള്ളാമെന്ന്. പക്ഷെ നിങ്ങളത് ചെയ്യൂല എങ്കിൽ, നിങ്ങൾ എഴുന്നേറ്റ് കൊടുക്കില്ല എങ്കിൽ, അപ്പോൾ എവിടെ നോക്കിയാലും ഈ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നീതിയുടെ ദാഹം വെച്ച ഈ ഗോൾഡൻ റൂൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ആ ഗോൾഡൻ റൂൾ എല്ലായിടത്തും ആപ്ലിക്കബിളാണ്. അപ്പോൾ നമ്മൾ ആരും ബാർഗെയിൻ ചെയ്യാൻ പോകത്തില്ല.
ഞാൻ ബാർഗെയിനിങ് നിർത്തിയത് കൊടൈക്കനാൽ വെച്ചാ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് ചെറുതായിട്ട്, ഇത് ഓവറാന്ന് കാണുമ്പം. അന്നൊരു ബനിയൻ ടീഷർട്ട് മേടിക്കാൻ 45 രൂപ പറഞ്ഞവർ, പണ്ടാ. അപ്പം ഞാൻ പറഞ്ഞു 20 രൂപയ്ക്ക് തരാം, ഒറ്റക്കട്ടായിരുന്നു. അവർ പറഞ്ഞു 30 രൂപയ്ക്ക് തരാം, 35 രൂപയ്ക്ക് തരാം. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, 20 രൂപയ്ക്ക്. അപ്പം പറഞ്ഞു ഇല്ല, ഞങ്ങൾക്ക് നഷ്ടമാണ്. ഞാൻ പറഞ്ഞത് 10-15 രൂപയ്ക്ക് നിങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നതല്ലേ, അത് 5 രൂപ ലാഭം നിങ്ങൾക്ക് കിട്ടി, അത് പോരെ, ഇത്രയും വിൽക്കുന്നതല്ലേ ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇല്ല സാർ, ഇത് ഞങ്ങൾ 25 രൂപയ്ക്ക് വാങ്ങിക്കുന്നതാണ്, 30 രൂപയ്ക്ക് തരാം. അന്നേരം പറഞ്ഞു നോ, അത്രയും വിലയൊന്നും ഇതിനില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു സാർ, ഞങ്ങൾ ക്രിസ്ത്യൻസാണ്, ഞങ്ങൾ കള്ളം പറയത്തില്ല. ഇതെൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ഇടിവാള് പോലെ വന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര ആദ്യം ചോദിച്ചു? 40 രൂപ. ഇതാ പിടിച്ചോളാൻ പറഞ്ഞു. കാരണം അവരാ സാക്ഷ്യം, ഞങ്ങൾ കള്ളം പറയില്ല, ഞങ്ങൾ ക്രിസ്ത്യൻ. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ക്രിസ്ത്യാനികൾ കള്ളം പറയില്ലെന്ന്. ഓക്കെ. അപ്പോൾ മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നു, അതുതന്നെ നമ്മൾ അവരോടും ചെയ്യാൻ. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, അത് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി, വെരി പവർഫുൾ. അടുത്തത് ഇടുക്കുവാതിലുടെ അകത്ത് കിടപ്പിൻ. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് നമ്മൾ നേരത്തെ വിശദീകരിച്ചപ്പോൾ ഇടുക്കുവാതിലിനെ കുറിച്ചും ഓർക്കുന്നുണ്ടോ? നമ്മൾ ജഡത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പല ചോയ്സസ് ഉണ്ട്, നമുക്ക് 100,000 ചോയ്സ് ഉണ്ട്. എന്നാൽ കർത്താവിലേക്ക് വരുമ്പോൾ ആകെ ഒരു ചോയ്സ് ഉള്ളൂ, വാട്ട് വുഡ് ജീസസ് ഡു. അപ്പോൾ ഇടുക്ക് വഴിയായി, അതിലെ മാത്രമേ പോകാൻ പറ്റുള്ളൂ, അവിടെ മാത്രമേ ക്രിസ്തു ഉള്ളൂ. ഇനി അടുത്തത് കള്ളപ്രവാചകന്മാരെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഒരു കഥ മാത്രം പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാൻ പോകണം. 22-ാം വാക്യത്തിൽ കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ നിങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. അന്നാളിൽ ഞാൻ അവരോട്, ഞാൻ ഒരു നാൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെന്നെ വിട്ടുപോകുമെന്ന് ഞാൻ പറയും. ഇത് മാത്രം ഞാൻ വിശദീകരിക്കാത്തൊരു ഭാഗമുള്ളൂ. ഒരു മിനിറ്റ് കൊണ്ട് ഒരു കഥ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കും. ഒരു ദിവസം ഞാനും എൻ്റെ ഭാര്യ ഒരു വലിയ വിഷയത്തിന് നടുവിലായിരുന്നു. വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ വന്നല്ലോ എന്ന് പറയരുത്, മുഴുവൻ കേൾക്കണം. അപ്പോൾ ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ ഹിതം എന്താണ്, നിന്റെ ഹിതം എന്താണ്? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതിലൂടെ നിങ്ങൾ കടന്നു പോകണം എന്നുള്ളതാണ് എൻ്റെ ഹിതം, ഞാൻ നോക്കിക്കോളാം. അപ്പോൾ കുറേ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ബോധ്യമായി, കർത്താവ് ഇത് അനുവദിക്കുന്നതാണ്. ഓക്കെ ഫൈൻ. അന്നേരം അടുത്തിരിക്കുന്ന ഒരു പെന്തക്കോസുകാരി അമ്മാമ്മ വന്നിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ മോളെ ഇങ്ങനൊന്നും അല്ല, നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം, പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ ഇത് കിട്ടും. അപ്പോൾ ഇത് കേട്ടിട്ട് എൻ്റെ ഭാര്യ വിചാരിച്ചു എന്നാൽ പിന്നെ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചേക്കാം. പുള്ളിക്കാരി പോയ വിഷയം പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ. കുറേ പിടിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാനിത് ഏറ്റതാണ്, നീ ഇതിനെക്കുറിച്ച് വിട്ടേക്ക്, പിടിവിട്ടേക്ക്. പറ്റുന്നില്ല. ഈ സ്ത്രീ പറഞ്ഞുകൊണ്ട് ഇങ്ങനൊന്നും വിടരുത്, കർത്താവിനെ കൊണ്ട് സമ്മതിപ്പിക്കണം. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം പുള്ളിക്കാരി ഇങ്ങനെ കേൾക്കുകയാണ്, ഞാൻ നിന്നെ സഹായിക്കാം, നീ വിഷമിക്കേണ്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് എന്നോട് എൻ്റെ ഭാര്യ ഒന്ന് പറഞ്ഞു, വേറൊരു ക്രിസ്തു എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, വേറൊരു ക്രിസ്തു? അതെന്താണ്? എന്നാൽ നിനക്കെങ്ങനെ മനസ്സിലായി? ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ശബ്ദമല്ല, വേറൊരു ശബ്ദം, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി ബസ്സിലിരുന്ന് പോയിക്കൊണ്ടിരിക്കുക, ഫോണിലായി സംസാരം ആണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ. അന്ന് വൈകിട്ടാണ് ഞാൻ പോകുന്നത്, എനിക്ക് ഫോണിലല്ല. അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഞാൻ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് പഴയ കാര്യം ഞാൻ ഓർത്തെടുക്കുകയാണ്. ഇപ്പം ബസ്സിൽ ഞാൻ ആലോചിക്കുകയാണ്, അതെന്താ സംഭവം, വേറൊരു ക്രിസ്തുവോ? അപ്പോൾ ഈ വാക്യം എനിക്ക് ഓർമ്മ വന്ന്, ഇവിടെ കുറേ ആൾക്കാർ പറയാണ്, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഇതെല്ലാം ചെയ്തല്ലോ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി. അപ്പോൾ കർത്താവ് പറയാം, എപ്പോ? നിങ്ങളെപ്പോഴാണ് അത് ചെയ്തത്? അപ്പോൾ ആരോ ഒരാൾ ഇവരെ സഹായിച്ചായിരുന്നു, അത് ക്രിസ്തു അല്ലായിരുന്നു. കാരണം കർത്താവ് എന്താ പറഞ്ഞേ, ഞാൻ നിങ്ങളെ ഒരു നാളും. അപ്പോൾ ഇഷ്ടം പോലെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് താൻ. അപ്പോൾ കള്ളക്രിസ്തുക്കൾ ഇനി വരാൻ പോവുക മാത്രമല്ല, ഇപ്പോഴും അതിൻ്റെ മർമ്മം വ്യാപരിക്കുന്നത് കൊണ്ട് നസറായനായ യേശു ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് പലരും വരുമെന്നും, അതുകൊണ്ട് അധർമ്മമാണ് അവർ പ്രവർത്തിക്കുന്നത്, ധനമോഹികളാണ് അവരെങ്കിൽ, അവർ ജീവിക്കുന്ന അധർമ്മത്തിലാണെങ്കിൽ അവർ കർത്താവിൻ്റെ ആത്മാവുള്ളവരല്ലെന്നും അവരെ ദൈവം ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്നും, എത്ര അത്ഭുതങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തു എന്ന് പറഞ്ഞാലും അത്ഭുതങ്ങളെ നമ്മൾ വിശ്വസിക്കരുതെന്നും, പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നവൻ ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരിൽ ആര് വന്നാലും ഒലിച്ചു പോവുകയില്ലെന്നും, മണലിൽ പണിതാൽ, ഉപദേശത്തിൽ പണിയുമ്പോഴാണ് നമ്മൾ പാറമേൽ പണിയുന്നത്. ഈ പത്യോപദേശത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ വഴിതെറ്റിക്കാനോ ഭയപ്പെടുത്താനോ ഒരു പ്രവാചകനോ ഒരു കള്ള ഉപദേശകനോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നൊരു ദൂതന് പോലും കഴിയില്ല. ഇഫ് യു ആർ
ഫിക്സ്ഡ് ഓൺ ദി ഡോക്ട്രിൻസ്. അപ്പോസ്തലിക ഉപദേശം നിങ്ങൾക്ക് മനസ്സിലായാൽ ആ അടിസ്ഥാനത്തിന്മേൽ വേറെ ഒന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങളെ ഭയപ്പെടുത്താൻ ആർക്കും കഴിയില്ല, നിങ്ങളെ വഞ്ചിക്കാൻ ആർക്കും കഴിയില്ല. അവർ വഞ്ചിക്കാൻ നോക്കും, ബട്ട് യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. ഗോഡ് ബ്ലസ് യു. സീ യു അഗെയിൻ. ഒരു നിമിഷം പ്രാർത്ഥന. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ്, 8 ദിവസവും അടിയനോട് കർത്താവെ അങ്ങ് സംസാരിച്ചു, ഞങ്ങളുടെ എല്ലാവരോടും സംസാരിച്ചു. കർത്താവെ, ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അങ്ങയോടുള്ള ദാഹം, അങ്ങേപ്പോലെ ആകാനുള്ള ആഗ്രഹം, ഞരക്കം, ആത്മാവിൻ്റെ ഞരക്കം എല്ലാ സമയത്തും അനുഭവിക്കുവാൻ, എല്ലാ സമയത്തും ക്രിസ്തു എന്ന ആ ഏകനോട് ഏകാഗ്രതയുള്ളവരായിരിക്കുവാൻ, എപ്പോഴും മഹത്വം കൊടുക്കുവാൻ, ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ പകരക്കാരനിലേക്ക് നോക്കുവാൻ ഞങ്ങൾ കൃപ നൽകണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.